ഗുഡ് ഈവനിങ് എവ്രി വൺ. എൻ്റെ പേര് ദിനേശ് മുങ്ങത്ത് എന്നാണ്. ഞാൻ UAE നിന്നുള്ള ഒരു എൻ്റർപ്രണറാണ്. കഴിഞ്ഞ 26 വർഷമായി UAE ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഓഥർ, ബിസിനസ് എൻ്റർപ്രണർ, അതുപോലെ മോട്ടിവേഷൻ സ്പീക്കർ, ഹാപ്പിനെസ് ലൈഫ് കോച്ച്, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനർ, അതുപോലെ തന്നെ ബിസിനസ് കൺസൾട്ടന്റ്, മെന്റർ എന്ന രീതിയിൽ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏകദേശം ആൾക്കും എൻ്റെ മുമ്പിലിരിക്കുന്ന ഏകദേശം ആൾക്കും എന്നെ പൊതുവെ അറിയാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം യൂട്യൂബ് വീഡിയോസ് നമ്മുടെ ദിനേശ് മുങ്ങത്ത് എന്ന് പറയുന്ന ഹാപ്പിനെസ് മാസ്റ്ററി ഹബിന്റെ യൂട്യൂബ് ചാനലും, അതുപോലെ തന്നെ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ബിസിനസ് ചാനലും നിങ്ങൾ കാണുന്നുണ്ടാവാം. ഈ ചാനലിൽ ഒരു ചാനലിൽ നമ്മൾ സമ്പത്തിനെ പറ്റിയിട്ടും ആരോഗ്യത്തെ പറ്റിയിട്ടും മാനസികമായ ഉന്നമനത്തിനെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കുറെ ടെക്നിക്കുകൾ, ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചാനലും, മറ്റൊരു ചാനൽ ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ചാനൽ നമ്മൾ ബിസിനസ്സിനെ പറ്റി മാത്രം, ഒരു ബിസിനസ്സുകാർക്ക് ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളും അവർ പാലിക്കേണ്ടതായ കാര്യങ്ങളും അവർക്ക് വേണ്ടിയുള്ള മോട്ടിവേഷനുമായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും, സമ്പത്തിനെ പറ്റിയിട്ടും ദ ലോ ഓഫ് മണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോ ഓഫ് വെൽത്ത് എന്ന് പറയുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ ട്രെയിനിങ് മെന്റർഷിപ്പിലായിട്ട് ഒരു 12 ബിസിനസ്സുകളുടെ മെന്റർഷിപ്പ് ഞാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വരാനിരിക്കുന്ന സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് കോച്ചിങ്ങുകൾ, അതുപോലെ തന്നെ അക്കൗണ്ട്സിന്റെ പരമായ ക്ലാസ്സുകൾ. എൻ്റെ ഒരു പുസ്തകമുണ്ട്, മാസ്റ്ററിങ് യുവർ ബിസിനസ് എന്ന് പറയുന്നത്. അതിൽ ഒരു ബിസിനസ് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബേസിക് ആയിട്ട് അറിയേണ്ട ഐഡിയ മുതൽ ഒരു എന്റർപ്രണർ ആയി തീരുന്നത് വരെയുള്ള മുഴുവൻ ഐഡിയകളും ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ് പുസ്തകമുള്ളത്, മാസ്റ്ററിങ് യുവർ ബിസിനസ്. നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടാവും തോന്നുന്നു. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പുസ്തകത്തിന്റെ കോപ്പി പോലും എൻ്റെ കയ്യിൽ ഇവിടെ ഇല്ലാതായി ഇരിക്കുന്നു. കാരണം കംപ്ലീറ്റ് ആയിട്ട് UAE കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആണ്. ഇനിയിപ്പോ നാട്ടിൽ അടുത്ത കോഴിക്കോട് പ്രോഗ്രാമിന് നിങ്ങൾക്ക് ആർക്കും വാങ്ങിക്കാം. അപ്പോ ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നത്, ഞാൻ എൻ്റെ 22ാമത്തെ വയസ്സിൽ ആണ് സെയിൽസ് പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്. ബേസിക്കലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ടെക്നിക്കൽ ഫീൽഡിൽ പോകാതെ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്താണ്. ആദ്യമായി ഞാൻ ജോലി ചെയ്ത സ്ഥാപനം അഡ്ലബ്, നിങ്ങളെപ്പാരും കേട്ടിട്ടുണ്ടാവും. അഡ്ലബ്സ് ലാബ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡിയോ ലബോറട്ടറി, സ്റ്റുഡിയോന്റെ ലാബ്സ് സാധനങ്ങൾ വിൽക്കുന്ന ഒരു കമ്പനിയിലാണ് ഞാൻ ആദ്യമായി ജോയിൻ ചെയ്തത് സെയിൽസിൽ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മൊബൈൽ ഫീൽഡിൽ, പേജർ ഫീൽഡിൽ, ടെലികമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് ബാംഗ്ലൂർ, പിന്നെ VPL ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ബാംഗ്ലൂരൊക്കെ ജോലി ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഗൾഫിൽ വന്നത്. ഗൾഫിൽ പിന്നെ ഞാൻ മൊബൈൽ ഫീൽഡ് കുറെ 1-2 വലിയ ഫേമസ് ആയ കമ്പനിയിൽ ജോലി ചെയ്തു. അതിനുശേഷം സ്വന്തം ബിസിനസ് ചെയ്തു. അതിനുശേഷം ട്രേഡിംഗ് ഫീൽഡിലേക്ക് മാറി. ടൂൾസ്, ഹാർഡ്വെയർ, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ആ പ്രൊഫഷനിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എന്നെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. സെയിൽസ് എൻ്റെ ഭയങ്കര പാഷനേറ്റുമാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സെയിൽസ്, കച്ചവടം, ഒരു കസ്റ്റമറെ കാണുക, കസ്റ്റമർക്ക് സാധനം വിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ വളരെ പാഷനേറ്റീവായ സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുമ്പിൽ നിങ്ങളിപ്പോൾ ഇത്രയും ആൾക്കാർ ഇരിക്കുന്നത്. ആ ഒരു പ്ലസൻസ് ഓഫ് മൈൻഡിൽ നിങ്ങൾക്ക് സാധനം വിൽക്കാൻ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പൊ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു പ്രൊഡക്റ്റ് ചെറിയ പൈസക്ക് വാങ്ങിച്ചിട്ടാണല്ലോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ വെബിനാർ നിങ്ങളെല്ലാവരും പൈസ കൊടുത്ത് വാങ്ങിച്ച് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോ പിൽസിനും വാല്യൂ ഉണ്ട്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഓരോ വാക്കിനും യു പേ ഫോർ ഇറ്റ്. ഇത് ആദ്യം മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് ഫ്രീ ഉള്ള സംഭവമല്ല. അപ്പൊ അതുകൊണ്ട് ഇത് കൃത്യമായി കാശ് കൊടുത്ത കാര്യത്തിന് വാല്യൂ നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പോലെ തന്നെയായിരിക്കും കാശ് തന്ന് നിങ്ങൾക്ക് ഞാൻ തരുന്ന കാര്യത്തിനും വാല്യൂ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റഡ് ആണ് എന്നറിയുക. ആണല്ലോ? നിങ്ങൾ എല്ലാവരും കമ്മിറ്റഡ് ആണല്ലോ? ആർ യു കമ്മിറ്റഡ് വിത്ത് മീ ഓർ നോട്ട്? ജസ്റ്റ് ടൈപ്പ് ചെയ്തോ, കമ്മിറ്റഡ് ആണോ അല്ലയോ. ഞാൻ പറയുന്നത് കേൾക്കാനും അത് വിൽക്കാനുള്ള കമ്മിറ്റ്മെന്റ് ആണോ? നിങ്ങൾ കമ്മിറ്റഡ് ആണ്, കമ്മിറ്റഡ് എന്ന് എഴുതിയോ? യെസ് അല്ല, കമ്മിറ്റഡ്. യു ആർ കമ്മിറ്റഡ്.
ഇംഗ്ലീഷിൽ എഴുതാൻ സാധിക്കാത്ത ആൾ സി എന്ന് എഴുതിയാൽ മതി. സി എന്ന് എഴുതിയാൽ മതി. ഓക്കെ. ഇന്ന് വെരി ഗുഡ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ സംസാരിക്കുന്ന വിഷയം നിങ്ങൾ ബിസിനസ്സിനെ അറിയുക എന്നുള്ള, നോ യുവർ ബിസിനസ് എന്ന് പറയുന്ന ഒരിതാണ്. അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ് എന്നോ നോ യുവർ ബിസിനസ് എന്നോ എങ്ങനെ വേണമെങ്കിൽ എന്ത് പേരിട്ട് വിളിച്ചാലും എല്ലാം ഒന്ന് തന്നെയാണ്. കാരണം നമ്മളുടെ ബിസിനസ്, 1 മിനിറ്റ്, അവസാന നിമിഷം ലിങ്ക് അയക്കാൻ ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കൂലേ? ഓക്കെ. അണ്ടർസ്റ്റാൻഡ് യുവർ ബിസിനസ് എന്ന കോൺസെപ്റ്റ് എന്തിനു വേണ്ടിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ പറയാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ മനസ്സിലാക്കൽ, എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന ആ ജോലി, ആ പ്രൊഫഷനെ, നിങ്ങൾ സ്വയം ആയിട്ട് തെരഞ്ഞെടുത്ത നിങ്ങളുടെ അവസ്ഥനെ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇതിങ്ങനെ പോകുന്നതിൽ എന്തിപ്പോ മനസ്സിലാക്കാനുള്ളത് എന്നുള്ള ചോദ്യമാണോ നിങ്ങൾക്കുള്ളത്? അല്ല, മനസ്സിലാക്കണമെന്നുണ്ടോ? മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ബെസ് എന്ന് പറയാം. ഞാൻ ചെയ്യുന്ന ജോലിയെ അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ എനിക്ക് മനസ്സിലാക്കണമെങ്കിൽ യെസ് എന്ന് പറയാ. അല്ലാത്തവർ നോ എന്ന് പറയും. എന്തിനെ പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ള ഈ സാധനം വിറ്റുപോയാൽ പോരെ? മനസ്സിലാക്കിയോണ്ട് എന്താ കാര്യമുള്ളത്? വിറ്റുപോയാൽ മാത്രം പോരെ? എങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യൂ, എന്ന് ടൈപ്പ് ചെയ്യൂ. യെസ് എങ്കിൽ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യാം. അപ്പൊ പ്രശാന്തി ആലോചിക്കുന്നുണ്ടാവും, ഞാനിപ്പോ എന്താ ഇപ്പൊ യെസ് ഓർ നോ ടൈപ്പ് ചെയ്യും? നിങ്ങൾ രണ്ടും ടൈപ്പ് ചെയ്തോ. ഹൗസ് വൈഫ് ഇപ്പൊ ജോലി ഇല്ല, ഒന്നിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾ ബിസിനസ് ഒന്നും ചെയ്യുന്നില്ല, സ്വന്തമായി വരുമാനമില്ല, വരുമാനത്തിന് മാർഗമാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഉത്തരം വളരെ പ്രീഷ്യസ് ആണ്, വളരെ റിലവന്റ് ആണ്. ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ മനസ്സിലാക്കുന്ന ചോദ്യമാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ മനസ്സിലാക്കണം എന്നാണ് നിങ്ങൾ മനസ്സിൽ തോന്നുന്നത്, അല്ല ആണോ എങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. ഇനി ഉത്തരം എങ്ങനെ ഇരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. യെസ്. അപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാരും യെസ് എന്നുള്ള ഉത്തരമാണ് പറഞ്ഞത്. നോക്കൂ, നമ്മൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒരു ജോലി ചെയ്യുക. അപ്പൊ രണ്ടാമത്തെ ഒരു കാര്യം കൂടി ചോദിക്കണം, നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ജോലി ചെയ്യുകയാണോ, അല്ല നിങ്ങൾ സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ആ പരിപാടി കൊണ്ട് നിങ്ങൾ ഒരു ജോലിയാണോ അതിൽ ചെയ്യുന്നത്, അല്ല സ്വന്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയാണോ ചെയ്യുന്നത്? ഒന്നോ രണ്ടോ. ഒന്നാണെങ്കിൽ ജോലിയാണ് നിങ്ങൾ അതിൽ ചെയ്യുന്നത്, രണ്ടാണെങ്കിൽ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഈ ചോദ്യമെല്ലാം വളരെ റിലവന്റ് ആണ്. നിങ്ങൾ ആലോചിച്ച് ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. ഇതാണ് നിങ്ങളുടെ മൈൻഡ് സെറ്റ്. ഇത് എഴുതി വെച്ചോളൂ, നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെച്ചോളൂ, എന്റെ ചോദ്യവും എഴുതി വെച്ചോളൂ. ലാസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ട വലിയ ഇതാണ്. അതുകൊണ്ട് ഞാൻ സാവധാനത്തിലാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് സമയമുണ്ട്. കാരണം ഇത് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പോയാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇതിന്റെ ഉത്തരം വളരെ ഉത്തരം ഇല്ലാതിരിക്കരുത്. ലാസ്റ്റ് ചോദിക്കുമ്പോൾ നമ്മൾ 10ഓ 15ഓ ചോദ്യം ചോദിച്ചിരിക്കുമ്പോൾ അതിന്റെ ടോട്ടൽ ആൻസർ നിങ്ങൾ കണക്ട് ചെയ്ത് പറയേണ്ടി വരും ലാസ്റ്റ്. അതുകൊണ്ട് എല്ലാവരും ഉത്തരം എടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നമ്മളെപ്പോഴും സൂപ്പർ കമ്മിറ്റഡ് ആണ് അല്ലെ? ഈ കാര്യത്തിൽ നമ്മൾ പരസ്പരം കമ്മിറ്റഡ് ആണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന കാര്യം എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ മാത്രം കമന്റിൽ ചോദിക്കുക. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. കമന്റ് ബോക്സിൽ നിങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നതുമായി റിലവന്റ് ആയ കാര്യം മാത്രമേ ടൈപ്പ് ചെയ്യാമോ. അല്ലാതെ മറ്റെന്തെങ്കിലും ഒക്കെ, സാറേ എന്റെ ലോട്ടറി, എന്റെ അത്, ഇതൊന്നും ടൈപ്പ് ചെയ്യരുത്. അത് ടൈപ്പ് ചെയ്യോ മറ്റൊരു കാര്യം, ഞാൻ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ മാത്രമേ കമന്റ് ബോക്സിൽ ഇപ്പോൾ പറയാവൂ. മറ്റൊരു കാര്യവും ചേർക്കരുത്. അങ്ങനെ ചേർത്താൽ ഞാൻ ഒന്നുകിൽ ആ ആളെ ഞാൻ ഇവിടുന്ന് റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കമന്റ് ഞാൻ ക്ലോസ് ചെയ്യും. കാരണം നമ്മുടെ സെക്ഷൻ ഡൈവേർട്ട് ആയി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോട് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. ഇത് നല്ല ശ്രദ്ധിച്ച് തന്നെ മുമ്പിലോട്ട് പോകണം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടാവും എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എന്തിനാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്? അതിന് ഉത്തരം നിങ്ങൾ രണ്ട് പറഞ്ഞു. ഒന്ന്, ഒരു ജോലിയായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. രണ്ടാമത്തെ ഉത്തരം പറഞ്ഞു, അല്ല എനിക്ക് എന്റെ ജീവിതത്തെ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്.
എന്നാൽ ഈ രണ്ട് ഉത്തരം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ വേറൊരു കാര്യം പറയാം. നാം ഓരോരുത്തരും ഇന്നലേക്കാൾ മികച്ചവരാകാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നു എന്നതാണ് പൊതുവെ തത്വം. അതായത് നമ്മൾ ഇന്നലെ എങ്ങനെയായിരുന്നോ അതിനേക്കാളും ബെറ്ററായി മാറണം എന്നാണ് നമ്മുടെ ഓരോ ആളുടെ ആഗ്രഹം. അല്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവരുടെ ആഗ്രഹം അതാണല്ലോ, ഇന്നലെ ചെയ്തതിനേക്കാളും ബെറ്റർ ഇന്ന് ചെയ്യണമെന്ന്. പക്ഷേ അത് സംഭവിക്കണമെങ്കിൽ, അങ്ങനെ ഒരു സംഭവം നമുക്ക് ഉണ്ടാവണമെങ്കിൽ, നമുക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു വ്യക്തത ഉണ്ടായിരിക്കണം. നമ്മൾ എന്തു ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ട് ഒരു വ്യക്തത നമുക്കുണ്ടായാൽ മാത്രമേ നമുക്ക് ഇന്നലേക്കാൾ ബെറ്ററായി ഇന്നും ഇന്നേക്കാൾ ബെറ്ററായി നാളെയും ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ കൃത്യമായി മനസ്സിലായോ നിങ്ങൾക്ക്? ഇത് മനസ്സിലാക്കി വെക്കുക, എഴുതി വെച്ചോളൂ, ഇങ്ങനെ എഴുതി വെച്ചോളൂ. നമ്മൾ ഓരോരുത്തരും മികച്ചവരാവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെകൾ സംഭവിച്ചതിന്റെ വ്യക്തത നമുക്കുണ്ടായാൽ മാത്രമേ നാളത്തതിനെ പറ്റിയിട്ട് വ്യക്തത ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്നതിന് വ്യക്തത നമുക്കുണ്ടായിരിക്കണം. ഓരോ ദിവസവും നമ്മുടെ മനസ്സ് തെളിമയോടെ കൂടി ആയാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഓരോ ദിവസവും വ്യക്തതയോടുകൂടി അല്ലെങ്കിൽ തെളിമയോടുകൂടി മുന്നോട്ട് പോയാൽ മാത്രമേ ബിസിനസ്സിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചോദ്യം കൂടി നിങ്ങൾക്ക് വീണ്ടും തരുന്നു. നിങ്ങളുടെ ബിസിനസ്, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന എന്ത് ബിസിനസ് ആയാലും, അല്ലെങ്കിൽ എന്ത് MLM-ഓ LIC-യോ ബ്യൂട്ടി പാർലറോ ബ്യൂട്ടീഷ്യനോ എന്ത് തന്നെയായാലും, സോൾ ഐ ആം ജസ്റ്റ് കോളിംഗ് എസ് എ ബിസിനസ് നൗ. ഇതിന് എന്ത് നിങ്ങളുടെ പ്രവർത്തനത്തിനും ബിസിനസ് എന്ന പേരിൽ തന്നെ വിളിക്കുന്നു ഇനി മുതൽ അങ്ങോട്ട്. ഇപ്പൊ ഒരു ചോദ്യം നിങ്ങൾ മനസ്സിലെറിഞ്ഞുകൊണ്ട് ഉത്തരം പറയണം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ആ ബിസിനസ് നിങ്ങളുടെ കൺട്രോളിലാണോ, അല്ല നിങ്ങൾ ആ ബിസിനസിന്റെ കൺട്രോളിലാണോ? ശ്രദ്ധിച്ചുത്തരം പറയണം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങളുടെ കൺട്രോളിലാണോ, അല്ലെങ്കിൽ ബിസിനസ് കൂടുന്നതും കുറയുന്നതും ഒക്കെ നിങ്ങളുടെ നിയന്ത്രണത്തിലാണോ നടക്കുന്നത്, അല്ല നിങ്ങളുടെ മാനസികമായ വിഷയങ്ങൾ, നിങ്ങളുടെ സാമ്പത്തിക വിഷയങ്ങൾ, നിങ്ങളുടെ ആരോഗ്യ വിഷയങ്ങളെല്ലാം ആ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഉള്ളത്? ഇത് മനസ്സിലായി? ക്വസ്റ്റ്യൻ മനസ്സിലായോ? കൃത്യമായി എല്ലാവർക്കും മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം ആദ്യം, എന്നിട്ട് ആൻസർ പറഞ്ഞാൽ മതി. കൃത്യം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം. വളരെ ക്ലാരിറ്റിയോടുകൂടി മനസ്സിലാക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കൺട്രോളിനകത്ത് ആണോ? കച്ചവടം എത്ര നടക്കണം, എത്ര നടക്കുന്നു, എത്ര നടക്കണ്ട, വയസ്സ് വരുന്നത്, കാശ് കൊടുക്കുന്നത്, വരുന്നത്, കസ്റ്റമർ കിട്ടുന്നതെല്ലാം നിങ്ങളുടെ കൺട്രോളിലാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ ശാരീരികാവസ്ഥ, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ ആ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഉള്ളത് എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്നാമതാണെങ്കിൽ 1 എന്ന് ആൻസർ ചെയ്യുക, രണ്ടാണെങ്കിൽ 2 എന്ന് ആൻസർ ചെയ്യുക. രണ്ടാമത് പറഞ്ഞതാണെങ്കിൽ 2 എന്ന് ആൻസർ ചെയ്യുക. ഓക്കെ. 1 എന്ന് ആൻസർ ചെയ്യുന്നവർ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ബിസിനസ് മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ബിസിനസ് കുറയാനും ഉത്തരവാദി നിങ്ങളാണ്, കൂടാനും ഉത്തരവാദി നിങ്ങളാണ്, നിങ്ങൾ ആദ്യം സമ്മതിക്കുന്നു. രണ്ടാമത് പറഞ്ഞ ആളുടെ അർത്ഥം എന്ന് വെച്ചാൽ, ആ ബിസിനസിന്റെ പ്രഷർ, ആ ബിസിനസ്സിൽ നടക്കുന്ന എന്റെ വിഷയങ്ങളൊക്കെ എന്നെ ബാധിക്കുന്നു, അതുകൊണ്ട് ഞാൻ മാനസികമായി അസ്വസ്ഥതയിലാണ് എന്നാണ് ആ രണ്ടാമത് പറഞ്ഞ ആൾക്കാരുടെ ഉത്തരം. എല്ലാവരും പറയണേ. ഇത് ലാസ്റ്റ് ഞാൻ ചോദിക്കുക, എല്ലാവരും എഴുതി വെക്കുകയും ചെയ്യണം, പറയും വേണം നിങ്ങളോട്. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യാം. ജസ്റ്റ് എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കൂ. സിറ്റ് വെരി കംഫർട്ടബിളി. ജസ്റ്റ് വി ഗോ ഫോർ എ റിലാക്സേഷൻ. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയും, അത് നിങ്ങൾക്ക് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നോക്കുക. എല്ലാവരും കണ്ണടച്ചിരിക്കൂ. ജസ്റ്റ് 1 minute മെഡിറ്റേഷൻ. ക്വിക്കായിട്ട് സ്വസ്ഥമായിരിക്കും. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് സിറ്റ് പ്രോപ്പർലി. റിലാക്സ് യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മാത്രം മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ കച്ചവടത്തെ, നിങ്ങൾ എന്താണോ ഉള്ളത്
റിലാക്സ് ആൻഡ് ബിസിനസ് ഒന്ന് കൃത്യമായി മനസ്സിൽ കൊണ്ടുവരിക. ഇനി ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഏറ്റു പറയുക. നിങ്ങൾക്ക് എത്രത്തോളം അത് റിലവന്റ് ആവുന്നു, നിങ്ങൾ എങ്ങനെയുള്ള മാനസികാവസ്ഥയിലേക്ക് മാറുന്നു ഞാനിത് പറയുമ്പോൾ എന്ന് നിങ്ങൾ ശരിക്കും ക്ലോസി വാച്ച് ചെയ്യണം. നിങ്ങൾ ബ്രീത്ത് ചെയ്ത് മനസ്സിനെ ഭയങ്കരമായിട്ട് കാമാക്കി എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ യു ആർ ടോട്ടലി ഇൻ കാം ക്വയറ്റ് പൊസിഷൻ. ഇനി ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് എന്ത് വൈബ്രേഷൻ ആണ് ഉണ്ടാക്കുന്നത്, എന്ത് അക്സെപ്റ്റൻസ് ആണ് വരുത്തുന്നതെന്ന് അറിയിക്കുന്നു. ഒന്ന് സ്വയം ആലോചിക്കുക. ഞാൻ എൻ്റെ ബിസിനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ഞാൻ എൻ്റെ ബിസിനസ്സിനെ പൂർണ്ണമായും നിയന്ത്രിക്കുന്നു. ഞാൻ ഓരോ ദിവസവും ആ ബിസിനസ്സിൽ അഭിവൃദ്ധി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും വിജയിച്ച ഒരു ബിസിനസ്സുകാരനാണ് അല്ലെങ്കിൽ കാരിയാണ്. ഞാൻ എൻ്റെ ബിസിനസ്സിന്റെ പൂർണ്ണമായി എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ ബിസിനസ് പൂർണ്ണമായി എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ ബിസിനസ് ഓരോ ദിവസവും വളരുന്നു. ഞാൻ പൂർണ്ണമായി വിജയിച്ച ഒരു ബിസിനസ് കാരനാണ് അല്ലെങ്കിൽ ബിസിനസ്സുകാരിയാണ്. റിലാക്സ്. ഓക്കെ, ജസ്റ്റ് കം ബാക്ക്. നിങ്ങൾക്ക് ഹാപ്പി ആണോ ഇപ്പൊ ഫീൽ ചെയ്തത്, സാഡ് ആണോ ഫീൽ ചെയ്തതെന്ന് ടൈപ്പ് ചെയ്യൂ. ഹാപ്പി ആണ്, ഇത് പറഞ്ഞപ്പോ നിങ്ങൾ ഹാപ്പി ആണ് ഫീൽ ചെയ്തതെങ്കിൽ ഹാപ്പി എന്ന് പറയൂ. സാഡ് ആണ് ഫീൽ ചെയ്തത് സാഡ് ഓപ്പൺ ആയിട്ട് പറയാം. ഇതെല്ലാം നിങ്ങളുടെ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു അവസ്ഥയിൽ എത്തിക്കാനുള്ള ചോദ്യമാണ്. നിങ്ങൾ ആരും, ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിങ്ങൾ ഒരു കണ്ടീഷൻ വെക്കണം. ഹാപ്പിനെസ് മാസ്റ്ററിയിൽ കാണുന്ന ദിനേശ് മുങ്ങത്തിന് ഇവിടെ കാണണ്ട. രണ്ടും രണ്ടാളാണ്. അവിടെ കൊമ്പില്ലെങ്കിൽ ഇവിടെ കൊമ്പുള്ള ഒരു ഒരാളെ കണ്ടാൽ മതി. കാരണം അല്ലെങ്കിൽ ആ ഉത്തരം കൊണ്ടുവന്ന് നിങ്ങൾ ഇവിടെ നിർത്തും. അതുകൊണ്ട് ആ ഉത്തരം ഇവിടെ കൊണ്ടുവരണ്ട. മറ്റേ രീതിയിൽ ബിസിനസിന്റെ ഉത്തരം മാത്രം കൊണ്ടുവന്നാൽ മതി. രണ്ടും രണ്ടായിട്ട് തന്നെ കണ്ടേക്കണേ. അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഹാപ്പി ആകുമ്പോൾ നിങ്ങൾ പറയാം ഹാപ്പി 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 എന്ന് പറയാൻ നിൽക്കുക. അത് വേണ്ട, ബിസിനസിനെ പറ്റി തന്നെ പറയാം. ഓക്കെ, ശരി. എന്തായാലും ഉത്തരം കിട്ടി. ഇനി ഒരു ചോദ്യം കൂടി, ഒരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ സ്വയം എഴുതണം. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ ആരാണ്? ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ ആരാണ്? സെയിൽസ്മാൻ ആണോ, മാനേജർ ആണോ, ഓണർ ആണോ, അക്കൗണ്ടന്റ് ആണോ, അല്ല എന്താ പറയാ ആ ബിസിനസിന്റെ എല്ലാം ആണോ, അല്ല ജസ്റ്റ് ഒരു ബിൽ കളക്ടർ ആണോ? എന്താണ് നിങ്ങൾ ആ ബിസിനസിന്റെ? ഇത് ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ LIC ഏജന്റുമാർ എന്താണ് ഉത്തരം പറയേണ്ടത്, അവരെന്താണ് ഇതിനകത്ത്? സോ യു ആർ എ സെയിൽസ് പേഴ്സൺ ആണ് കേട്ടോ. നിങ്ങൾ ആ ബിസിനസിന്റെ സെയിൽസ് പേഴ്സൺ ആണ്. നിങ്ങൾ വിൽക്കുമ്പോൾ മാത്രമേ പ്രൊഡക്റ്റാണ്. ഒരു ബ്യൂട്ടീഷ്യൻ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന ബ്യൂട്ടീഷ്യനാണ്, നിങ്ങളൊരു ജോലിക്കാരനാണ്. അവിടെ ഓണർ എന്ന പൊസിഷൻ അവിടെ വരുന്നേയില്ല. കാരണം ഓണർ ഇസ് സംതിങ് ഡിഫറെന്റ് ആണ്. അപ്പൊ അതൊന്ന് എഴുതി വെക്കാം, നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെക്കാം. നിങ്ങൾ നിങ്ങളുടെ ബിസിനസിന്റെ ആരാണ്. ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരായി തീരണമെന്നത്. ഇനി നമ്മൾ ലെറ്റ്സ് ഗോ ഫോർ എ സീരിയസ് മാറ്റർ. ഇതെല്ലാം നിങ്ങളുമായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണും. ഇനി നമ്മളെ ബിസിനസിനെ മനസ്സിലാക്കാനുള്ള 3 വഴികളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു. വാട്ട് ഈസ് മൈ ബിസിനസ് എന്ന് മനസ്സിലാക്കാൻ 3 വഴികളുണ്ട്. എന്തുകൊണ്ട് ഞാൻ എൻ്റെ ബിസിനസിനെ മനസ്സിലാക്കണം എന്ന് അറിയാമല്ലോ. ഞാൻ എന്താ ബിസിനസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം പറയും നിങ്ങൾ, ഞാൻ ബ്യൂട്ടീഷ്യൻ ആണ്, അല്ലെങ്കിൽ ഞാൻ LIC ഏജന്റ് ആണ്, അല്ലെങ്കിൽ ഞാൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്, ഞാൻ MLM ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ ഗാർമെന്റ്സ് ഷോപ്പ് നടത്തുന്ന ആളാണ്, ഞാൻ എന്താ പറയാ ഞാൻ കുടുംബശ്രീയുടെ സംരംഭകയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഉത്തരം നിങ്ങൾ പറയും. പക്ഷെ ആക്ച്വലി നിങ്ങൾ അതല്ല എന്നുള്ള ഉത്തരമാണ് നിങ്ങൾ ഏറ്റവും പ്രധാനം വെക്കുന്നത്. നിങ്ങളുടെ ബിസിനസ് ആക്ച്വലി ഇതല്ല. നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്ന് പറയുന്നതാണോ നിങ്ങളുടെ ബിസിനസ്? അവിടെയാണ് നേരത്തെ ഷീല പറഞ്ഞ ചോദ്യത്തിന് ഉത്തരങ്ങൾ. നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് എന്നുള്ള കൃത്യമായ ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടാണ്. ഒരു ബ്യൂട്ടീഷ്യൻ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാവോ?
ഒരു ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഒരു ഗാർമെന്റ്സ് ഷോപ്പ് നടത്തുന്നയാൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്? ഇത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു LIC ഏജന്റ് ചെയ്യുന്ന ബിസിനസ് എന്താണ്? അതെന്താണ്? LIC ഏജന്റ് ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നത് എന്താണ്? എന്ത് പ്രൊഡക്റ്റ് ആണ് അവർ വിൽക്കുന്നത്? ഇത് ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ ആണ് നിങ്ങൾക്ക് വിഷയം വരുന്നത്. ഒറ്റ ചോദ്യം, ഇവിടെ ഗാർമെന്റ്സ് ഷോപ്പുകൾ ആൾക്കാരുണ്ടല്ലോ അല്ലെ? ഗാർമെന്റ്സ് ബ്യൂട്ടിക്ക് ഇല്ലേ? ഉണ്ടല്ലോ അല്ലെ? ഉണ്ടല്ലോ. അവരൊന്ന് പറയുക, നിങ്ങൾ എന്താണ് എന്ത് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ പറയും, ഞാൻ ചുരിദാർ വിൽക്കുകയാണ്, മാക്സി വിൽക്കുകയാണ് അല്ലേ? ആക്ച്വലി അതാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇതൊന്ന് കൃത്യമായി, യെസ്, സെയിൽസ്, സർവീസ്. ഇവിടെ സെയിൽസും സർവീസും അല്ല വിഷയം. അതിന് സെയിൽസ് ആയാലും സർവീസ് ആയാലും, വൈ വി ഡു സെയിൽസ് ഓർ സർവീസ്? വാട്ട് ഈസ് ദ മോട്ടീവ് ഇൻ ദാറ്റ്? നമ്മൾ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനുള്ള പ്രചോദനം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കുന്നത്? സമ്പാദ്യശീലത്തിന് വേണ്ടിയിട്ടോ? സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റതിന് ശേഷം നമുക്ക് കിട്ടുന്ന ലാഭത്തിനെയാണ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് ആഫ്റ്റർ സർവീസ്, വാട്ട് യു ഗെറ്റ് ദ കോമ്പൻസേഷൻ, അതിൽ നിന്ന് മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ സെയിൽ ചെയ്യുന്ന ആ സംഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് മനസ്സിലാക്കണം. അതായത് ഒന്ന് ലളിതമായി പറഞ്ഞുതരാം. ഹു ആർ യു എന്ന ചോദ്യം നമ്മൾ എപ്പോഴും ഇതിനാദ്യം എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു കാര്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടെത്താത്തിടത്തോളം കാലം നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സാധനം വിൽക്കുന്നു എന്നതാണ് നിങ്ങളുടെ സെയിൽ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ തൊഴിൽ. ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു സർവീസ് നിങ്ങൾ ഒരാൾക്ക് വിൽക്കുന്നു. അപ്പോൾ എന്താണ് ആ വാങ്ങിക്കുന്നയാൾക്ക് കിട്ടുന്നത്? ഇതാണ് നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഇടം, അല്ലെങ്കിൽ ഹു ആർ യു എന്ന് പറയുന്ന സാധനം, നിങ്ങളുടെ ഇടം തീരുമാനിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് ആ കസ്റ്റമേഴ്സിന് കിട്ടുമ്പോൾ അയാൾക്ക് എന്താണ് റിസൾട്ട് ഉണ്ടാവുന്നത്, അതാണ് നിങ്ങളുടെ ഇടം. കസ്റ്റമറെ സാറ്റിസ്ഫാക്ട് ചെയ്യുക എന്നതല്ല നമ്മുടെ അടിസ്ഥാന തത്വം. അങ്ങനെയാണെങ്കിൽ ഹോട്ടലുകാരൻ ചായ കുടിക്കാൻ വരുന്നവന് ചായ മാത്രം കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്ത് പറഞ്ഞു വിടില്ലേ? അത് സാറ്റിസ്ഫാക്ഷൻ ആവുമോ? നോ, കസ്റ്റമർ നോട്ട് ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ. കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് നടക്കണം കസ്റ്റമറുടെ? അവിടെയാണ് വിഷയം. കസ്റ്റമറുടെ എന്ത് കാര്യത്തിലേക്ക് ഒരു റിസൾട്ട് കൊടുത്താലാണ് കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആവുക. ഒരു LIC ഏജന്റ് എന്താണ് വിൽക്കുന്നത്? ഒരു LIC ഏജന്റ് വിൽക്കുന്നത് LIC പ്രൊഡക്റ്റുകളല്ല, അല്ലെങ്കിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് വിൽക്കുകയല്ല LIC ഏജന്റ് ഉദ്ദേശം. ഒരു ശാന്തമായ കുടുംബ ഭാവി, അല്ലെങ്കിൽ സുരക്ഷിതമായ കുടുംബ ഭാവി സൃഷ്ടിക്കുക എന്നുള്ളതാണ് LIC ഏജന്റിന്റെ പർപ്പസ്. ഒരു ബ്യൂട്ടീഷ്യന്റെ പർപ്പസ് എന്ന് പറയുന്നത്, ബ്യൂട്ടീഷ്യൻ ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത്, സ്ത്രീകളുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന ഒരു പരിപാടി ചെയ്യുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ രണ്ട് കാര്യങ്ങളും? ഇത് ഇത്രയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണ് ഈ സാധനം വിൽക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു പലചരക്ക് കടയാണ് നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ പർപ്പസ് എന്താണ്? ഒരു വീട്ടിലെ ആരോഗ്യവും, അല്ലെങ്കിൽ ഒരു വീട്ടിലെ വിശപ്പും, അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട ആ വീട്ടിലെ ദൈനംദിന കാര്യത്തിന് വേണ്ടിയുള്ള സംഭാവനകൾ നൽകുക എന്നതാണ് ഒരു പലചരക്ക് കടക്കാരന്റെ ഉദ്ദേശം. ഒരു വെജിറ്റബിൾ ഷോപ്പ് നടത്തുന്ന ഉദ്ദേശം എന്താണ്? ആൾക്കാർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള, അല്ലെങ്കിൽ വിശപ്പ് മാറ്റാനുള്ള വെജിറ്റബിൾ സപ്ലൈ ചെയ്യുക എന്നതാണ് അയാളുടെ പർപ്പസ്. ഒരു ചിക്കൻ കട നടത്തുന്നവന്റെ ഉദ്ദേശം എന്താണ്? ചിക്കനെ വിൽക്കുക എന്നുള്ളതാണോ? ആൾക്കാരുടെ
കോഴിത്തീറ്റ, കോഴിത്തീറ്റയ്ക്ക് വേണ്ടിയുള്ള സംഭാവന നൽകുക എന്നുള്ളതാണോ? ഇത് തിരിച്ചറിയണം. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുള്ളൂ. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, അല്ല ഞാൻ ആത്മവിശ്വാസം ഉണർത്തുന്ന ഒരാളാണെന്ന് പറയുന്നതാണ് ഇഷ്ടം? ഏതായിരിക്കും ഏറ്റവും നല്ലത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം, നാളെ മുതൽ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ക്യാപ്ഷൻ ആയില്ലേ? നിങ്ങളുടെ ആത്മവിശ്വാസം ഉണർത്താൻ XYZ ബ്യൂട്ടി പാർലറിലേക്ക് വരൂ. ഇതുവരെ നിങ്ങൾ എന്താ പറഞ്ഞത്? ഇതുവരെ നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഫേഷ്യൽ ചെയ്യാൻ 1200, കട്ടിങ് ഇത്രയാണ്, സേവിങ് ഇത്രയാണെന്നല്ലേ പറഞ്ഞത്? ഇത് മാറ്റി നിങ്ങൾ പറഞ്ഞു നോക്കൂ, ആത്മവിശ്വാസം ഉണർത്താൻ ഇവിടെ വരൂ. എത്ര പേർക്ക് വ്യത്യാസം വരും? നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശാന്തമായ സുരക്ഷിതമായ കുടുംബാന്തരീക്ഷം, സുരക്ഷിതമായ സാമ്പത്തികമായ കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാൻ LICയിൽ ഏജന്റായി LICയിൽ പ്രൊഡക്റ്റ് എടുക്കൂ. ഇത് ശരിക്കും മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇപ്പോ ആദർശത്തിന്റെ ഒരു ഉദാഹരണം പറയാം. അവർ ഫർണിച്ചർ ബിസിനസ് ആണ് ചെയ്യുന്നത്. എന്താണ് ഫർണിച്ചർ ബിസിനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കട്ടിലും സോഫയും വാങ്ങി കൊടുക്കുക എന്നുള്ളതാണോ? അല്ലെങ്കിൽ ആൾക്കാരുടെ ലിവിങ് സ്റ്റൈലിനെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണോ? അപ്ഗ്രേഡ് യുവർ ലിവിങ് സ്റ്റൈൽ വിത്ത് എ ന്യൂ മോഡൽ ഓഫ് സോഫ സെറ്റ്സ്. അല്ലെങ്കിൽ നമ്മൾ എന്താ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ സോഫ സെറ്റ് വാങ്ങിക്കൂ, നിങ്ങളുടെ ഇത്ര വില എന്ന് പറയുന്നതിന് നിങ്ങളുടെ ലിവിങ് സ്റ്റൈൽ കൂട്ടാനായിട്ട്, ലിവിങ് കംഫർട്ടബിലിറ്റി കൂട്ടാനായിട്ട് സോഫ സെറ്റ് പുതിയത് വാങ്ങിക്കൂ. ഈ രീതിയിലേക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? യു ഗോട്ട് മൈ പോയിന്റ്? യെസ് ഓർ നോ? ജസ്റ്റ് ടൈപ്പ് ഇറ്റ്. ഞാൻ പറഞ്ഞ ഈ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയോ? ടൈപ്പ് ചെയ്തേ. എത്രത്തോളം റിലവന്റ് ആണ്? നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത കാര്യങ്ങളാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. ഇപ്പൊ നമ്മള് അസ്ട്രോളജി പറയുന്ന ഒരാളാണ്. എന്താണ് അസ്ട്രോളജി കൊണ്ട് മാഡം ചെയ്യാൻ പോകുന്നത്? ആൾക്കാരുടെ സംശയത്തിന്, ആൾക്കാരുടെ പ്രശ്നത്തിന് ഹെവി ആയിട്ടുള്ള പരിഹാരമാണ് നൽകുന്നത്. നമ്മൾ ആ ഒരു സർവീസ്, അതെ, നമ്മൾ അവരുടെ വലിയൊരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് കൊടുക്കുന്നത്. ഇതാണ് നിങ്ങളുടെ പ്രശ്നം, ഇതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നമ്മൾ അവർക്ക് ഡയറക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഒരു ഗാർമെന്റ്സ് ഷോപ്പ് ചെയ്യുന്ന ആള് വലിയൊരു പ്രശ്നത്തിന് പരിഹാരമാണ് കൊടുക്കുന്നത്. ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കേണ്ട രീതി നിങ്ങൾക്ക് മാറി വരും. അപ്പോൾ ഞാൻ ആരാണ് എന്ന ചോദ്യം, യെസ്, ഫോർ റിലാക്സേഷൻ ഈസി ചെയർ വാങ്ങിക്കും. ഓക്കെ, പോയിന്റ് വന്നു. അപ്പോൾ ഞാൻ ആരാണ് എന്ന ചോദ്യം എൻ്റെ മനസ്സിലാക്കാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്, അതായത് അവിടെ വേണ്ടത് ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ആരെ സഹായിക്കുന്നു. 3 കാര്യങ്ങളാണ്. ഞാൻ ആരാണെന്ന് മനസ്സിലാകുമ്പോൾ, ഞാൻ ആരാണെന്ന് എഴുതി വെച്ചോളൂ. ഹു ആം ഐ എന്ന് പറയുന്ന ചോദ്യം, ഞാൻ ആരാണ് എന്നതിന് ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഒരു സെയിൽസ് പേഴ്സൺ അല്ല. യു ആർ പ്രൊവൈഡിങ് എ സൊല്യൂഷൻ ഫോർ ദ നീഡി പീപ്പിൾ. ആവശ്യമുള്ളവർക്ക് ഒരു സഹായം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഓരോന്നും വ്യത്യസ്തമായിരിക്കും. വെൽനസ് കോച്ച് എന്താ ചെയ്യുന്നത്? വെൽനസ് കോച്ചാണ് ഒരാളുടെ ആരോഗ്യ പരിപാലനത്തിന് സഹായിക്കുന്നു. അതാണല്ലോ വെൽനസ് എന്ന് പറയുന്നത്. ഒരാളുടെ ആരോഗ്യ പരിപാലനത്തെ സഹായിക്കുകയാണ് വെൽനസ് കോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്ന ചോദ്യത്തിന് ഉത്തരം, ഞാൻ ഇന്ന കാര്യങ്ങൾക്കുള്ള പരിഹാരമാണ് നൽകുന്നത്. അത് വളരെ കൃത്യം. രണ്ടാമത്, എനിക്ക് എന്തുണ്ട്? വാട്ട് ഐ സെൽ. ഞാൻ എന്താണ് വിൽക്കുന്നത്? ഒരു ബ്യൂട്ടി പാർലറിന് എന്താ വിൽക്കുന്നത്? പറഞ്ഞു നോക്കെ, ടൈപ്പ് ചെയ്ത് നോക്കെ. ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാൾ എന്താ വിൽക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഗാർമെന്റ്സ് ഷോപ്പ് നടത്തുന്ന ആൾ എന്താ വിൽക്കുന്നത്? ഒരു പലചരക്ക് കടക്കാരൻ എന്താണ് വിൽക്കുന്നത്? ഒരു വെജിറ്റബിൾ കടക്കാരൻ എന്താ വിൽക്കുന്നത്? ഒരു ഫ്ലോർ മില്ലുകാരൻ എന്താണ് വിൽക്കുന്നത്? ഇതൊന്ന് പറഞ്ഞു നോക്കുക. സർവീസ് എന്ന് പറയരുത്. എന്തിന്റെ സൊല്യൂഷനാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത് തന്നെ പറയണം. നിങ്ങൾ എന്തിന്റെ സൊല്യൂഷനാണ് അവിടെ കൊടുക്കുന്നത്? ഇതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. നിങ്ങൾ എന്തിനുള്ള സൊല്യൂഷനാണ്? ഒരു കസ്റ്റമറുടെ പ്രോബ്ലം. എപ്പോഴും നമ്മളുടെ
ബിസിനസ് നടക്കുന്നത് കസ്റ്റമറുടെ ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ്. ആ എന്ത് പ്രോബ്ലത്തിനാണ് സൊല്യൂഷൻ നിങ്ങൾ കൊടുക്കുന്നത്? എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻ കൊടുക്കാൻ പറ്റുമോ? വെൽനസ് കോച്ച് ആരോഗ്യത്തിന്റെ പ്രശ്നത്തിൽ, ആരോഗ്യകരമായ വിഷയത്തിൽ കൊടുക്കുന്നു. ഒരു ഗാർമെന്റ്സ് ഷോപ്പ്, ഗാർമെന്റ്സ് നടത്തുന്നയാൾ അയാളുടെ വസ്ത്ര രീതിയിൽ മാറ്റപ്പെടുത്താൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ പുതുവസ്ത്രങ്ങൾ അയാൾക്ക് എടുക്കാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ മറ്റു LIC ഏജന്റ് ആണ്, പറഞ്ഞില്ലേ, ശാന്തമായ സുരക്ഷിതമായ ഒരു കുടുംബ അന്തരീക്ഷം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഓരോന്നും നമ്മൾ മനസ്സിലാക്കി വരണം. ഇത് ഓരോന്നും നമ്മൾ മനസ്സിലാക്കി കൈകാര്യം ചെയ്യണം. കസ്റ്റമറിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷനാണ്. അപ്പൊ കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണെന്ന് നമുക്കറിഞ്ഞാൽ അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഒരു കസ്റ്റമറുടെ പ്രോബ്ലം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് അവിടെ മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ കസ്റ്റമറുടെ എന്ത് മനസ്സിലാക്കണം നമ്മൾ? നിങ്ങൾ ഇതുവരെ പ്രൊഡക്റ്റ് വിൽക്കാൻ ശ്രമിച്ചത് കസ്റ്റമറാ, ഇത് നീ വാങ്ങിക്കോ, നിനക്കിത് പറ്റുമോ, നീ ഇത് വാങ്ങിക്കോ എന്നായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. കസ്റ്റമർ പ്രോബ്ലം നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ പ്രശ്നം? ഓക്കെ, ഇന്നാണ്. അപ്പൊ ആ പ്രശ്നത്തിന് സൊല്യൂഷൻ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ? കസ്റ്റമർ റിക്വയർമെന്റ് അറിയുക. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ്. അപ്പോ ഞാൻ ആരെയാണ് സഹായിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവുണ്ടോ നിങ്ങൾക്ക്? ഞാൻ ആരെയാണ് സഹായിക്കുന്നത് എന്ന് വെച്ചാൽ ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്നായി ചോദിച്ചതിന്റെ അർത്ഥം? എല്ലാവരും നിങ്ങളുടെ കസ്റ്റമർ ആണോ? നിങ്ങളൊരു കോഴി എന്താ പറയുക, വേണ്ട, ഓക്കെ, നിങ്ങളുടെ ഒരു ഐസ്ക്രീം പാർലർ നടത്തുകയാണെന്ന് കരുതിക്കോ. ആരാണ് നിങ്ങളുടെ കസ്റ്റമർ എന്ന് ചോദിച്ചാൽ വഴിയെ പോകുന്നവരെല്ലാം എന്റെ കസ്റ്റമർ ആണെന്ന് പറയേണ്ടി വരില്ല നമ്മള്? ആക്ച്വലി അങ്ങനെയാണോ? ഒരു ഐസ്ക്രീം പാർലർ നടത്തുന്ന ആൾക്കാരുടെ കസ്റ്റമർ ആരായിരിക്കും? ഐസ്ക്രീം ഇഷ്ടപ്പെടുന്നവർ മാത്രമാണ്, അല്ലാത്തവർക്കില്ലല്ലോ. ഐസ്ക്രീം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ലേ നിങ്ങളുടെ കസ്റ്റമർ ആയിട്ടുള്ളൂ? എല്ലാവരും ആണോ? അല്ല. ഇതൊന്ന് തിരിച്ചറിയണം. കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. ഇത് മനസ്സിലാക്കി വെച്ചല്ലോ. അപ്പൊ അതായത് നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ചോദിച്ചു നോക്കാം. നിങ്ങൾ ഓരോ ആളും ഇപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്നതുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഓരോ ആൾക്കാരും നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണെന്നൊന്ന് ടൈപ്പ് ചെയ്ത താഴെ കമന്റിൽ. എന്ന് വെച്ചാൽ വീട്ടമ്മയാണോ, വിദ്യാർത്ഥിയാണോ, ബിസിനസ് ചെയ്യുന്ന ആളാണ്? എന്റെ ടാർഗറ്റ് കസ്റ്റമർ ആരാണെന്ന് വെച്ചാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ്. അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇപ്പൊ എഴുതിയില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഇപ്പൊ ആദ്യമായിട്ടാണോ നിങ്ങൾ ഇത് കേൾക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടില്ല. സമയം എടുത്തിട്ട് പറഞ്ഞോളൂ. ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ആരാണ്, ചോദ്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമർ ആരാണ് എന്ന് ഞാൻ താഴെ കമന്റിൽ എഴുതിയിട്ടേക്കാം. നിങ്ങൾ ശരിക്കും ഇതിന് ഉത്തരം ലാസ്റ്റ് പറയണം. ഞാൻ ഒരു ഉദാഹരണം പറയാം, ജസ്റ്റ് ഒരു തമാശ പറയാം. ഞാൻ ഒരാളൊരു കസ്റ്റമറെ വിളിച്ചിട്ട് എന്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ വാങ്ങിക്കണം എന്ന് പറഞ്ഞു. അതായത് അവരെ കയ്യിലെ പ്രൊഡക്റ്റ് ആണ്, അവർ ലോണാണ് കൊടുക്കുന്നത്. ലോൺ സെല്ല് ചെയ്യുന്ന ആളാണ്, ലോൺ കൊടുക്കുമല്ലോ, ലോൺ സെല്ല് ചെയ്യുന്ന ആളാണ്. കസ്റ്റമറെ വിളിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിച്ചു. അതായത് ലോൺ സെല്ല് ചെയ്യുന്ന ആൾ എന്താണ് ചെയ്യുക? ഹൗ കാൻ ഐ ഹെൽപ്പ് യു എന്ന് പറഞ്ഞു. യെസ്, യു ക്യാൻ ഹെൽപ്പ് മീ. വെൻ ഐ ക്യാൻ ഹെൽപ്പ് യു, എപ്പോഴാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ വീട്ടിൽ എല്ലാവരും കടത്തിലാകുമ്പോൾ നിങ്ങൾ എന്നെ വിളിക്കൂ, അപ്പോഴാണ് നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞു. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഒരു ലോൺ സെല്ല് ചെയ്യുന്നയാൾക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നയാളുടെ ആവശ്യം എപ്പോഴാണ് ഒരാൾക്ക്? നമ്മൾ കടത്തിലാകുമ്പോഴല്ലേ? നമ്മൾ കടത്തിലുണ്ടാകുമ്പോഴല്ലേ, കടത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോഴല്ലേ നമുക്ക് ലോൺ ആവശ്യമുള്ളൂ. അല്ലാതെ ലോൺ കിട്ടിയിട്ട് നമുക്ക് ആരും ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ നല്ല ലെവലിൽ പോകുന്നുണ്ട്, ലോൺ കിട്ടിയിട്ട് ആവശ്യമില്ല. ഇതൊന്ന് മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണ് കസ്റ്റമറെ ഐഡന്റിഫൈ ചെയ്യുക. എപ്പോഴാണ് നമ്മുടെ കസ്റ്റമർ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക എന്നാണ്. ലോൺ ഏജന്റ് നമ്മൾ വിളിക്കുന്നത്, എന്റെ സർവീസ് നിങ്ങൾക്ക് എപ്പോഴാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ ക്ലയന്റ് നോർമലായിട്ട് പറയേണ്ട കാര്യം ഇങ്ങനെയായിരിക്കണം, എന്റെ വീട്ടിൽ എല്ലാവരും കടത്തിലാകുമ്പോൾ
വേണം. അതുപോലെ വ്യക്തത ഉണ്ടായിരിക്കണം നമ്മളെ ഈ കാര്യത്തിൽ. അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഇതിന് ഉത്തരം നിങ്ങൾ കിട്ടിയല്ലോ. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ. നമ്മളെല്ലാവരും സെയിൽ ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളാണ്. നമ്മളിൽ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് വിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആളുടെ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്കാണ് ഈ സാധനം വിൽക്കുന്നത്? നിങ്ങളുടെ കയ്യിൽ LIC ആണ്, LIC ഉണ്ട്, അല്ലെങ്കിൽ ഫർണിച്ചർ ആണ്, ഫർണിച്ചർ ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ മറ്റ് XYZ പ്രോഡക്റ്റ്, ഇപ്പൊ നേരത്തെ പറഞ്ഞു സ്വയം തൊഴിലുണ്ട്. നിങ്ങൾ ആർക്കാണ് ഈ സാധനം വിൽക്കുന്നത് എന്ന് ചോദിച്ച ഉത്തരം നിങ്ങൾ എല്ലാവർക്കും വിൽക്കും എന്നാണോ, അല്ല പർട്ടിക്കുലറായിട്ട് ഇന്ന ടൈപ്പ് ആൾക്കാർക്ക് വിൽക്കും എന്നുള്ളതാണോ നമ്മുടെ ഉത്തരം? ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞത് മനസ്സിലായ ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ഇടം കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇത് നിങ്ങൾ യെസ് ഓക്കെ ടൈപ്പ് കമന്റ് വെച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ കേട്ടോ. രണ്ടാമത്തെ പോയിന്റ് ആണ്, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? വേർ യു ആർ ഗോയിങ്. നിങ്ങൾ ഈ ബിസിനസ് ചെയ്യുന്നത് എന്തിനാ, അല്ലെങ്കിൽ ബിസിനസ് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? ബിസിനസ് നിങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? വൈ യു ഡു ദിസ് ബിസിനസ്? ഇതിന് എത്ര പേർക്ക് ഉത്തരം കിട്ടാൻ പറ്റും? അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നേടാൻ വേണ്ടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്? അല്ല, ദോസ് ഹു വാണ്ട് ടു സോൾവ് ദെയർ പ്രോബ്ലം എന്ന് പറയുന്നത് ജനറലൈസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഹൗ ഡു യു ഫൈൻഡ് ദം? നമുക്ക് വേണ്ടത് ആൾക്കാരെ ഫൈൻഡ് ചെയ്യണ്ടേ? ആവശ്യമുള്ളവർക്ക് എന്ന് പറയാം. ആരാണ് ഈ ആവശ്യമുള്ളയാൾ എന്നത് വിഷയമാണ്. അത് അവിടെയാണ് വേണ്ടത്. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് നിങ്ങൾ പോകുന്നത്, അതായത് നമുക്ക് എങ്ങോട്ട് പോകുന്നു, എന്ത് ചെയ്യുന്നു, എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ള കൃത്യമായ ഒരു ദിശ വേണം, ഒരു ലക്ഷ്യം വേണം. ഇത് എത്ര പേർക്ക് ബിസിനസ്സിൽ ഉണ്ട്? നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഇതാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട്? വൈ ഐ ഡു ദിസ് ബിസിനസ്. അത് നിങ്ങൾ പറയും പ്രോഫിറ്റ് ആണ്, ദാറ്റ് ഈസ് ദ റിസൾട്ട്, എൻഡ് റിസൾട്ട്. അതല്ല എന്ത് വോളിയം ഓഫ് ബിസിനസ്. നമുക്കൊരു ലക്ഷ്യം വേണമല്ലോ. ഞാൻ ഈ മാസം 50,000 രൂപ ചെയ്യും, ഞാൻ ഈ മാസം 10 ലക്ഷം രൂപ ചെയ്യും, ഞാൻ ഈ മാസം 25 ലക്ഷം രൂപ ചെയ്യും, ഞാൻ ഈ മാസം 5,000 രൂപ ചെയ്യും. വാട്ട് ഈസ് യുവർ ഗോൾ ടു ഡു ദാറ്റ് ബിസിനസ്? എങ്കിൽ മാത്രമേ നമുക്ക് ദിവസവും ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഇതില്ലാതിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മൾ എന്ത് ചെയ്യുന്നു, എന്തിന് ചെയ്യുന്നു എന്നുള്ള ബോധമില്ല. ഇന്നലെ അസീന എന്നോട് സംസാരിക്കാൻ വന്നപ്പോൾ അസീന പറഞ്ഞു, എനിക്ക് ചെയ്യണം, പക്ഷെ എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ട് ചെയ്യണം? ഡെയിലി രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയോ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. എഴുന്നേറ്റ് കുറച്ച് കഴിയുമ്പോൾ കുറെ കാര്യം ചെയ്യാൻ നിൽക്കും, ടോട്ടലി കൺഫ്യൂസ് ആവും, അവസാനം എല്ലാം വൈൻഡപ്പ് ചെയ്ത് വെച്ച് പോയി കിടന്നുറങ്ങും. ഇത് സംഭവിക്കുന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന കാര്യം, എങ്ങനെയെങ്കിലും ബിസിനസ് ഒന്ന് പച്ചപിടിപ്പിക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കുറച്ച് കഴിയുമ്പോൾ അതും കംപ്ലീറ്റ് ആവില്ല, ഇതും കംപ്ലീറ്റ് ആവില്ല, അവിടെയും കംപ്ലീറ്റ് ആവില്ല, ഇവിടെയും കംപ്ലീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ മെന്റലി ഫുള്ളി എക്സോസ്റ്റഡ് ആയി പോവും. പിന്നെ നമ്മളിതെല്ലാം വൈൻഡ് അപ്പ് ചെയ്ത് കിടന്നുറങ്ങും, ഒഴിവാക്കി പോകും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്തത് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നാണ്. ഇതല്ല ഞാൻ ചോദിച്ചതിന്റെ അർത്ഥം. നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ എന്ത് ലക്ഷ്യമാണ് സെറ്റ് ചെയ്തത്? ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ എന്തിനു വേണ്ടി ബിസിനസ് ചെയ്യുന്ന വെച്ചാൽ ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയും. അത് ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെന്റാ. ആ ജനറലൈസേഷന് വേണ്ടി നിങ്ങൾ ഡെയിലി ഫൈനാൻഷ്യൽ ഫ്രീഡത്തിന് വേണ്ടി നിൽക്കാൻ പറ്റുമോ? ഇന്ന് എനിക്ക് ഫൈനാൻഷ്യൽ ഫ്രീഡമായി, എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ഒരു ഗോള് വേണം. അതായത് നമുക്ക് കൃത്യമായി മന്ത്ലി ഒരു ഗോള് വേണം. ഇത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ഞാൻ ഈ മാസം ചെയ്യുന്നു എന്നുള്ളവർ എത്ര പേരിവിടെ ഉണ്ട്? ആനന്ദവല്ലി പറഞ്ഞ കാരണം ഉറച്ച ലക്ഷ്യം വേണം. അതാണ് പറഞ്ഞത്, ഒരു വരുമാനം വേണമെന്ന് പറഞ്ഞ് ജനറലൈസ് ആയിട്ടുള്ള വരുമാനം. ഈ ഒരു വരുമാനം എത്രയാണ്? 1 രൂപയാവാം, 10,000 രൂപയാവാം, 5,000 ആവാം. ഒരു വരുമാനം എന്ന് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എത്ര കിട്ടിയാലും നിങ്ങൾ അതിനെ എന്റെ വരുമാനമാക്കി മാറ്റും. അപ്പൊ കൂടുതൽ മോട്ടിവേറ്റ് ആവില്ല, കൂടുതൽ ചെയ്യേണ്ട ആവശ്യം വരില്ല. നേരത്തെ പറഞ്ഞില്ലേ, എന്തിനു വേണ്ടി നിങ്ങൾ ഈ ബിസിനസ് എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കുള്ള ഉത്തരം, ഇപ്പൊ ഒരു വരുമാനം എന്ന് പറഞ്ഞ ഉത്തരം, അവർക്കുള്ള ഉത്തരം ഒരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നു എന്നാവും. നമ്മളൊരു ലക്ഷ്യബോധത്തോടു കൂടി ചെയ്യുമ്പോൾ പെർ മന്ത് ഇത്ര ലക്ഷം രൂപ, ഇത്ര 1,000 രൂപ ചെയ്യാനാണെങ്കിൽ, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഡിവൈഡഡ് ബൈ
30 days, അതിൽ നിങ്ങൾ 4 ദിവസം കല്യാണവും മരണവും ഒക്കെ ആയി പോയി കഴിഞ്ഞാൽ അതും കൂടി കുറച്ചിട്ട് 25 days ഇത്ര കിട്ടണം എന്നുള്ള ബോധം ഉണ്ടാവുകയും ഓരോ ദിവസവും ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. ഓരോ ദിവസവും ഇത്ര ക്ലയന്റിന് ഉണ്ടാക്കണം. അടുത്ത പരിപാടി അത് അവിടെയും പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു തരാം. ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുന്നു, 50,000 രൂപയാണ് ഒരു മാസം എനിക്ക് വരുമാനമായിട്ട് വേണ്ടത് എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാൾ. ഇപ്പൊ ലക്ഷ്യം എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം 50,000 രൂപ. ഇപ്പൊ കുറെ ആൾ എഴുതിയല്ലോ, 50,000 രൂപ ആണ് എനിക്ക് ഒരു മാസത്തെ വരുമാനം. ഞാൻ പ്രോഫിറ്റിനെ പറ്റിയല്ല, ഞാൻ സെയിൽസിനെ പറ്റിയാ പറയുന്നത്. 50,000 രൂപയാണ് സെയിൽസ്, അല്ലെങ്കിൽ 5 ലക്ഷം, 50,000 തൽക്കാലം എടുക്കാം. 50,000 രൂപയാണ് എന്റെ സെയിൽസ് എന്ന് പറയുന്നു. മെറ്റീരിയൽ കോസ്റ്റ് അടക്കം, അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് ഇല്ലാതെ എങ്ങനെ വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ, ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. 50,000 രൂപയാണെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് നിങ്ങൾ ആലോചിക്കേണ്ടത്? ഒരു മാസം 50,000 രൂപ കച്ചവടം നടക്കുന്നു എന്ന് തീരുമാനിച്ചയാൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാവോ? ടൈപ്പിൽ ആർക്കെങ്കിലും? ഇത് ബേസിക് ഓഫ് ബിസിനസ് ആണ്. ഇതറിയാതെ നിങ്ങൾ ഒരു കച്ചവടം ചെയ്യരുത്. ഒരു മാസം 50,000 രൂപ ബിസിനസ് വേണമെന്ന് തീരുമാനിച്ച് നിങ്ങൾ വെച്ചു. നിങ്ങൾ അടുത്ത് നെക്സ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? എന്റെ മുമ്പിലിരിക്കുന്ന ഇത്രയും ആൾക്കാർക്ക് ഉത്തരവില്ലെന്നാണ് ഈ പറയുന്നത്. യെസ്, ഒരു ദിവസം എത്ര രൂപ കച്ചവടം ചെയ്യണമെന്ന കാൽക്കുലേഷൻ ആദ്യം ചെയ്യണം. അപ്പൊ 50,000 രൂപയാണെങ്കിൽ എത്രയാ? ഒരു ദിവസം എത്ര രൂപ ചെയ്യണം? 50,000 ഡിവൈഡഡ് ബൈ, എടുത്തോ, പറഞ്ഞു, ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തോ, നിങ്ങൾ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തോ. 50,000 ഡിവൈഡഡ് ബൈ, ബ്രില്യൻ ആൻസറുകൾ വരട്ടെ. 50,000 കിട്ടണമെങ്കിൽ 50,000 ഡിവൈഡഡ് ബൈ എത്ര ദിവസം എടുക്കണം? യെസ്, ബ്രില്യന്റ് ആൻസർ. 50,000 ഡിവൈഡഡ് ബൈ 30, അല്ലെ? കറക്റ്റ് അല്ലേ? കേരളത്തിൽ ഇന്നത്തെ അവസ്ഥയിൽ തന്നെ എത്ര ദിവസം വർക്ക് ചെയ്യും നിങ്ങൾ? 30 ദിവസം വർക്ക് ചെയ്യുന്ന എത്ര പേരുണ്ട്? ഉത്തരം വളരെ സിമ്പിൾ അല്ലേ? എത്ര ദിവസം വർക്ക് ചെയ്യും? മാക്സിമം പോയാൽ 24, 25 ദിവസമേ വർക്ക് ചെയ്യുള്ളൂ നമ്മൾ. എല്ലാ ദിവസവും വർക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് സ്വയം തൊഴിൽ ചെയ്യുന്ന? ജോലിക്ക് പോയപ്പോരെ. നമുക്ക് ഫ്രീഡം വേണ്ടേ? എന്തിനാണ് ബിസിനസ് ചെയ്യുന്നത്? ഫ്രീഡം അല്ലല്ലേ? കല്യാണത്തിന് പോകണം, അടിയന്തരത്തിന് പോകണം, പാലുകാച്ചലിന് പോകണം, സമരം വിളിക്കാൻ പോയാൽ അതിന് പോകണം, ഇലക്ഷൻ ഒട്ടിടാൻ പോകണം, ഹർത്താലിന് സഹകരിക്കണം, ഇതൊക്കെ വേണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകില്ലേ? അപ്പൊ മാക്സിമം പോയാൽ 24 ദിവസത്തിൽ കൂടുതൽ ആവറേജ് നമുക്ക് ഒരു മാസം കിട്ടൂല, അല്ലേ? ടൈം ഫ്രീഡം കൂടി വേണ്ടേ? അപ്പൊ 50,000 വേണമെങ്കിൽ എത്ര വേണമെന്ന് കാൽക്കുലേഷൻ മാറ്റി പിടിച്ചേ. തിരിച്ചറിയേണ്ട കാര്യത്തെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 24 ദിവസമാണ് കിട്ടുന്നതെങ്കിൽ 2,083.333 ദിവസ വരുമാനം ഉണ്ടാവണം. ഇത് മനസ്സിലാക്കാത്ത ആൾക്ക് നിങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നു പറയുമ്പോൾ ഞാൻ എങ്ങോട്ടോ പോകുന്നു എന്ന് പറയേണ്ടി വരും. ഇത് മനസ്സിലാക്കാൻ എത്ര? അപ്പൊ ആവറേജ് റേറ്റ് ഒരു ദിവസം 2,500 രൂപയുടെ കച്ചവടം ചെയ്യണം. ഇനിയാണ് അടുത്ത പരിപാടി, ഈ 2,500 രൂപ കച്ചവടം എങ്ങനെ ചെയ്യും? ഇപ്പൊ എളുപ്പമായല്ലോ. 50,000 ഇപ്പൊ നിങ്ങൾ ഇനി നിങ്ങൾ ആലോചിക്കുന്നത് 50,000 കച്ചവടം എങ്ങനെ ചെയ്യുമെന്നാണോ 2,500 എങ്ങനെ ചെയ്യുമെന്നാണോ നിങ്ങൾ ഇനി ആലോചിക്കുക? 2,500 നിങ്ങൾ 50,000 നിന്ന് നിങ്ങൾ 2,500 എത്തിയില്ലേ? ഇനി നിങ്ങൾ ഓരോ ദിവസവും ആലോചിക്കുന്ന 50,000 കച്ചവടം ചെയ്യുന്ന കാര്യമാണോ 2,500 കച്ചവടം ചെയ്യുന്ന കാര്യമാണോ? 2,500 നിങ്ങൾ മാറിയില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഭാരം ഉണ്ടാവും ഇത് ചെയ്യാനായിട്ട്. 2,500 എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ 2,500 രൂപയ്ക്ക് എന്തിരിക്കുന്നു സംഭവം അല്ലേ?
ഇന്നിപ്പോ ഞാൻ ഈ വെബിനാർ കൊണ്ട് എത്ര രൂപയാണ് ഇപ്പൊ എന്റെ കച്ചവടം? ഇന്നലെ ഇന്നും കൂടിയിട്ട് ഈ വെബിനാർ നിങ്ങൾക്ക് തന്നപ്പോൾ ഞാൻ എത്ര രൂപ കച്ചവടം ഉണ്ടാക്കി? വെറും 199 രൂപ മാത്രം നിങ്ങളോട് വാങ്ങിച്ചിട്ട് ഈ ഒരു സ്പീച്ചിന് ഞാൻ എത്ര രൂപ കാശുണ്ടാക്കി? നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചല്ല ഞാൻ പറഞ്ഞത്. വെറും 150 കഴിയുമ്പോൾ ഇപ്പൊ നമുക്ക് 80 ആളോ മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആയിട്ടുണ്ടാവും? ബിസിനസ് ആണിത്. സോ യു ഷുഡ് വെരി ക്ലിയർലി തിങ്ക് അബൌട്ട് ബിസിനസ്. ഒരു 20,000 രൂപ കിട്ടിയില്ലേ? ഇന്നലെയും ഇന്നും ഉള്ള പ്രവർത്തനം 20,000 രൂപ കിട്ടി. അതുപോലെ നിങ്ങൾ 2,500 രൂപ, ഇനിയിപ്പോ നിങ്ങൾ ഒരു ദിവസം 2,500 ഉണ്ടാക്കിയാൽ പോരെ? ഇത് എങ്ങനെ, അടുത്ത വിഷയം വരുന്നത് എങ്ങനെ നിങ്ങൾക്ക് 2,500 രൂപ ഉണ്ടാക്കാൻ പറ്റും? എന്ത് ചെയ്യണം ഒരു ദിവസം? യെസ്, അപ്പോൾ നമ്മൾ പറയും ഓക്കെ ഞാനൊരു 10 പേരെ വിളിച്ചു നോക്കട്ടെ. അപ്പൊ എത്ര കിട്ടണം? ഒരു 10 കസ്റ്റമർ. നിങ്ങൾ ഇത്രയും ഒരു കടയാണെന്ന് കരുതി, ഗാർമെന്റ്സ് ഷോപ്പാണെന്ന് കരുതിക്കോ. 2,500 രൂപയാണ് നിങ്ങൾക്ക് കച്ചവടം വേണ്ടതെന്ന് എക്സാമ്പിൾ കിട്ടിക്കോ. എത്ര കസ്റ്റമർ വരണം നിങ്ങളുടെ അടുത്ത്? 10 കസ്റ്റമർ വരണം നിങ്ങൾ വിചാരിച്ചു. 10 കസ്റ്റമർ വരും എന്ന് നമ്മൾ തീരുമാനിച്ചു. എങ്കിൽ ഒരു കസ്റ്റമർ എത്ര രൂപയുടെ ബിസിനസ് സാധനം മേടിക്കണം? വെറും 250 രൂപയുടെ സാധനം അല്ലേ? വെറും 250 രൂപ. ഒരു കർച്ചീഫ് മേടിച്ച, 2 കർച്ചീഫ് മേടിച്ച 250 രൂപയായി. ഒരു മാക്സി മേടിച്ച അതിനേക്കാളും കൂടുതലായി. 10 പേര്. ഇത് വലിയ വിഷയമുള്ള കാര്യമാണോ? ഇതൊരു വിഷയമുള്ള കാര്യമാണോ? അല്ല. അപ്പോ 10 കസ്റ്റമർ വന്നാൽ മതി, 10 കസ്റ്റമർ സാധനം മേടിച്ചാൽ മതി. ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നിങ്ങൾ ദിവസം ചെയ്യേണ്ട പ്രത്യേകത മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു കസ്റ്റമർ 25,000 രൂപ, 2,500 രൂപ ഒറ്റ കസ്റ്റമർ സാധനം മേടിച്ചാൽ മതി. നമ്മുടെ പരിപാടി കഴിഞ്ഞോടെ. അപ്പൊ ബാക്കി സമയം നമ്മൾ എന്ത് ചെയ്യും? എത്ര സമയമുണ്ട് ഒരു ദിവസം? ഒരു കസ്റ്റമർ വന്നു പോയി നമ്മുടെ ഇപ്പോ ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. ഇത് ഒറ്റയടിക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എത്ര പേരെ വിളിക്കണം? 15 പേരെ വിളിച്ചോ, 25 പേരെ വിളിച്ചോ? ഇത് നിങ്ങൾ സിസ്റ്റം അവിടെ ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ഇത് ഓരോന്ന് ദിവസമായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട സിസ്റ്റമാണ്. ഈ മെത്തേഡിലൂടെ പോയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കേണ്ട കാര്യമാണ്. ലളിതമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രതിമാസ ലക്ഷ്യം എത്ര രൂപയാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇപ്പോൾ തന്നെ ഡിസൈഡ് നൗ. നിങ്ങൾ ഒരു മാസം എത്ര ലക്ഷം രൂപയുടെ ബിസിനസ് ആണ് എത്ര രൂപയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങളുടെ പുസ്തകത്തിൽ. ഇതൊക്കെ നാളെ മുതൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനു വേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് 1-2 മാസത്തെ ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം പോലെ, നമുക്ക് ഓരോ മാസം ഒരു സപ്പോർട്ടിങ് പോലെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് പോയിക്കൊണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഒരു ഐ ഓപ്പണിംഗ് മാത്രമായിരിക്കും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇത് പ്രാവർത്തികമാക്കാൻ ഉള്ള കറേജ് ഉണ്ടാവില്ല. കറേജ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, നിങ്ങൾക്ക് ഇത് പ്രാവർത്തികമാക്കാനുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഒരു പരസ്പരം നിങ്ങൾക്ക് സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനു വേണ്ടി നമുക്കൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചുകൊണ്ട് അതിൽ ഈ കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുക. അതായത് ഡെയിലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കസ്റ്റമർ എണ്ണങ്ങൾ, അത് ഏത് സമയത്ത് ഫോളോ അപ്പ് ചെയ്യണം, അതിനു വേണ്ടി നിങ്ങൾ അപ്പ് സ്കില്ല് ചെയ്യുക എന്നുള്ളത്. കാരണം ഇൻഫർമേഷൻ കൂടുതൽ കളക്ട് ചെയ്യുക. ഇപ്പൊ ഒരു കസ്റ്റമറെ വിളിക്കുമ്പോൾ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു LIC ഏജന്റ് ആണെങ്കിൽ ഒരു കസ്റ്റമർ വിളിക്കുമ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ട് അങ്ങോട്ട് പറയാണ് എന്റെ കയ്യിൽ ഇന്ന പ്രൊഡക്റ്റ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിജക്ഷനും സംഭവിക്കുന്നത്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ ഈ ഫീൽഡിൽ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ കാപ്പബിൾ ആണോ നോക്കാനൊക്കെ. അപ്പൊ നമ്മൾ നിലവിൽ ഇപ്പോൾ ചെയ്യുന്ന, അവരെ അങ്ങോട്ട് വിളിച്ചിട്ട് എന്റെ കയ്യിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, ഇത് നിങ്ങൾ എടുക്കാവോ എന്നാണ് ചോദിക്കുന്നത്. ഇത് തികച്ചും തെറ്റായ ഒരു പരിപാടിയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഒരു കസ്റ്റമറെ വിളിക്കുന്നതിന് മുമ്പ് ആ കസ്റ്റമറെ പറ്റി നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, പഠിക്കണം. അതിന് ഒരു 10ഓളം പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് വരും ക്ലാസ്സുകൾ പറഞ്ഞു തരാം. ഹൗ ടു അണ്ടർസ്റ്റാൻഡ് എ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനെയർ ഉണ്ട്. ആ ക്വസ്റ്റ്യനെയർ എടുത്തിട്ട് നിങ്ങൾ അയാളുടെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്യണം. എന്നിട്ട് ആ കസ്റ്റമറെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് അയാൾക്ക് കൃത്യമായി എന്ത് പ്രൊഡക്റ്റ് ആണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. നിങ്ങൾ ഉദാഹരണം പറയാം. നിങ്ങളൊരു RD ഏജന്റ് ആണെന്ന് കരുതിക്കോ, അല്ലെ കളക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണെന്ന് കരുതിക്കോ. നിങ്ങൾക്ക് ഒരാൾ നമ്പർ തരുന്നു, അനിതയെ വിളിച്ചോളൂ, അനിത നിങ്ങൾക്ക് പറ്റിയ ഒരാളാണെന്ന് പറയുന്നു. നിങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി
അനിതയെ വിളിക്കുന്നു, അനിതയോട് സംസാരിക്കുന്നു. ഞാൻ ഇന്ന സ്ഥാപനത്തെ വിളിക്കുന്നത്, ഇന്നലെ എൻ്റെ ബാങ്കിൽ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് 5%, 8%, 9% പ്രോഫിറ്റ് കിട്ടും, ലാഭം ഇത് കിട്ടും, നിങ്ങൾ 5 ലക്ഷം വെച്ചാൽ മതി, ടക് ടക് നിങ്ങൾ പറയുന്നു. അനിത കേട്ടോണ്ടിരിക്കുന്നു. ശരി ശരി കേട്ടോ, ഓക്കെ, സന്തോഷം കേട്ടോ എന്നും പറഞ്ഞ് അനിത ഫോൺ വെച്ച്, നമുക്ക് നോക്കാം കേട്ടോ, നമുക്ക് എന്തെങ്കിലും ആലോചിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നു. അനിത അവിടെ ഇരുന്നിട്ട് ആലോചിക്കുന്നു. അനിത ഒന്നും പറയണില്ല, എല്ലാം ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കുന്നു. അനിത എന്താ ഇപ്പൊ അവരോട് പറയാ? ഒന്നും പറയാൻ പറ്റില്ല. അനിത ആകെ സങ്കടത്തിലായി. ഇവര് എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി പിന്നെ അങ്ങോട്ട് പറയുന്നു, നിങ്ങൾ ഇപ്രാവശ്യം ഈ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് തന്ന എന്റെ കുട്ടിയുടെ സ്കൂളിലെ ലോൺ അടക്കാനുള്ള, എന്റെ സ്കൂളിലെ ഫീസ് അടക്കാനുള്ള പൈസയാണ്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഇതും കൂടി ചേർത്ത് പറഞ്ഞു പോകുന്നു. അനിത ആകെ ധർമ്മസങ്കടത്തിലായിരുന്നു. കാരണം അനിത അലട്ടുന്ന പ്രശ്നം എന്തായിരിക്കും എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അനിത ആകെ ഇത് കേട്ട് അനിത ആകെ സങ്കടത്തിലാകുന്നു. എന്തപ്പോ ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ അനിത നിൽക്കുന്നു. അനിത അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അനിതയോട് ഇൻവെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അനിത അനുഭവിക്കുന്ന പ്രശ്നം, ഇൻവെസ്റ്റ് ചെയ്യാൻ അനിത കയ്യിൽ പൈസ ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ചെയ്യും? ഇപ്പൊ രണ്ടുപേരും പ്രശ്നത്തിലേക്ക് സ്വയം എടുത്തു ചാടി. ഈ വിളിച്ചയാൾ അനിത കയ്യിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസയുള്ള ഒരാളാണോ എന്ന് അനലൈസ് ചെയ്തിട്ടാണ് വിളിച്ചതെങ്കിൽ അനിതക്കും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, വിളിച്ച ആൾക്കും പ്രശ്നമില്ലായിരുന്നു. വിളിച്ച ആൾ അയാൾ ഒഴിവാക്കിയിട്ട് മറ്റൊരാളെ വിളിക്കുമായിരുന്നു. ഇപ്പൊ ഇതറിയാത്ത ഇയാൾ വിളിച്ചിട്ട് ഈ അറിയാത്തയാളുടെ മനസ്സിൽ എപ്പോഴും അനിത തരും, അനിത തരും, അനിത തരും, അനിത തരും. അനിതയുടെ മനസ്സിൽ അയ്യോ അയാൾ ഇനി വീണ്ടും വിളിക്കും, വീണ്ടും വിളിക്കും, ഞാൻ എങ്ങനെ കൊടുക്കും, എൻ്റെ ഇല്ല. അനാവശ്യമായിട്ട് രണ്ടുപേരും സ്ട്രെസ്സിലേക്ക് പോയതല്ലേ? ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? ഒന്ന് കമന്റ് ചെയ്ത് നോക്കി നിങ്ങള്. ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇല്ല എന്ന് അതാണ് ഒളിച്ചു. ഇനി ഒളിച്ചു നടക്കും. ആളെ കണ്ടെടുത്ത് നിൽക്കില്ല, ഫോൺ എടുത്ത് നിൽക്കില്ല. ആ ബന്ധമേ അവിടെ പോയി കിട്ടും. കൃത്യമായി ഇത് മനസ്സിലാക്കി പോവുക. ഇതൊക്കെ സൈക്കോളജിക്കൽ അപ്രോച്ച് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊക്കെ വെറുതെ എടുത്ത പണിയാണിത്. എന്നിട്ട് നിങ്ങൾ ലീഡിൽ പേര് എഴുതുമ്പോൾ അനിതയുടെ പേര് എഴുതി വെക്കും. അനിത ഒളിച്ച് പിന്നെ നമ്മൾ പറയും, പിന്നെയാണ് വന്നിട്ട് പറയുന്നത്, സാറേ ഒന്ന് നോക്കണം, ഞാൻ ഒരു ടെക്നിക്കും വർക്ക് ചെയ്യുന്നില്ല, അനിത ഇൻവെസ്റ്റ്മെന്റ് തരാന്ന് പറഞ്ഞിരുന്നു, സോൾട്ട് വാട്ടറിൽ ഇട്ടിട്ടും വർക്ക് ചെയ്യുന്നില്ല, ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അനിത തിരിച്ചു പറയുന്നത് നേരെ തിരിച്ചാണ്, സാറേ അയാൾ വിളിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാനുള്ള ഐഡിയ പറഞ്ഞു തരണ്ടേ, എനിക്കൊന്നും പറയാൻ പറ്റില്ല, ആ കുട്ടിയുടെ സ്കൂളിൽ പോയി ഫീസ് കൊടുക്കേണ്ട വിഷയമാണ്. ആകെ പ്രശ്നമായില്ലേ? ഒരു ചെറിയൊരു കാര്യത്തിന് മുകളിൽ നിങ്ങൾ ശ്രദ്ധക്കുറവ് കൊണ്ട്, നിങ്ങൾ അതിനെ ആ കസ്റ്റമർ അണ്ടർസ്റ്റാൻഡ് ആവാത്തത് കൊണ്ട് വരുന്ന അബദ്ധമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് വളരെ ലളിതമായിട്ട് നിങ്ങൾക്ക് റിലവന്റ് ആണെന്ന് തോന്നുന്നു. ചിലവർക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നും എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെ പഠിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് വളരെ കൃത്യമായി മുമ്പിലോട്ട് പോകണം. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറയുക, നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു, നമ്മൾ ഇതിൽ പറഞ്ഞു ഹുവമായി എന്ന് പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം അല്ലെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞു, സ്ട്രക്ചർ ഡെയിലി റൂട്ടീൻ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്, എന്തൊക്കെ ചെയ്യണം എന്നതിനെ പറ്റി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബിസിനസ്സിൽ 3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു. ഇത് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഈ 3 കാര്യം ബിസിനസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 3 കാര്യം നിങ്ങൾ മനസ്സിലായോ? ഭയങ്കര ഒന്ന് ടൈപ്പ് ചെയ്ത്, യെസ് ഒന്ന് ടൈപ്പ് ചെയ്ത്. 3 കാര്യം മനസ്സിലായി എനിക്ക്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യുന്നത് വേറെ കാര്യം. മനസ്സിലായോ നിങ്ങൾക്ക് ഉദ്ദേശിച്ചത്? എല്ലാവരും ടൈപ്പ് ചെയ്ത്, 79 ആളും എല്ലാവരും ടൈപ്പ് ചെയ്തേ. ഇത് ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് അടുത്തതിൽ മുമ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരു മണിക്കൂറായല്ലേ നമ്മള്? ഓക്കെ, നോക്കൂ. ഓക്കെ, ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലായി. കുറെ പേര് ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് ഇവിടെ ഉണ്ട് എന്നുള്ളത് അല്ലേ? ഞാനിവിടെ ഉണ്ട് എന്നുള്ളതും ഞാനിവിടെ ഇല്ല എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ബിസിനസിന്റെ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബിസിനസിന്റെ യഥാർത്ഥ വർക്ക് ചെയ്യുന്നില്ല എന്നല്ല, വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് രജനി കറക്റ്റ് വേർഡ്. വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല, വർക്ക് ചെയ്യില്ല, ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യുന്ന സാധനമല്ല, അത് വർക്ക് ചെയ്യിപ്പിക്കേണ്ട കാര്യമാണ്. ഓക്കെ, പോയിന്റ് ഇതിന് വേണ്ടി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ
ഏതൊരു കച്ചവടത്തിന്റെയും നെടുന്തൂൺ എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്, അല്ലെ? ഏതൊരു ബിസിനസിന്റെയും നെടുന്തൂൺ എന്ന് പറയുന്നത് കസ്റ്റമർ ആണ്. അപ്പോൾ നമ്മുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ എന്ത് എക്സ്പാൻഡ് ചെയ്യണം? കസ്റ്റമർ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യണം. അപ്പൊ പോയിന്റ് ഇതാണ്, കസ്റ്റമർ നെറ്റ്വർക്ക് എക്സ്പാൻഷൻ സ്ട്രാറ്റജി. കസ്റ്റമർ നെറ്റ്വർക്ക് എക്സ്പാൻഷൻ സ്ട്രാറ്റജി എന്നുള്ളതാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്ന കാര്യം. അപ്പോ അതിനകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആരാണ് നമ്മുടെ കസ്റ്റമർ? ഇത് നിങ്ങൾ ആദ്യം കണ്ടെത്തും. ഹൂ ഈസ് യുവർ കസ്റ്റമേഴ്സ്? നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ, ഫാമിലി മെമ്പേഴ്സ് ആണോ, നൈബേഴ്സ് ആണോ, അല്ലെങ്കിൽ വിശാലമായി കിടക്കുന്ന സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്ന അനന്തമായ ആൾക്കാരാണോ, അല്ലെങ്കിൽ ലോക്കലായിട്ട് നിങ്ങളുടെ അടുത്ത് സാധനം മേടിക്കാൻ വരുന്ന കസ്റ്റമേഴ്സ് ആണോ? കുറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഞാൻ തൽക്കാലം എക്സാമ്പിൾ മാത്രം പറഞ്ഞു പോകുന്നു. ക്ലാസിഫിക്കേഷൻ കുറേ ഉണ്ട്, പക്ഷെ തൽക്കാലം നമുക്ക് ഇങ്ങനെ പറയാം. നേരത്തെ ഒരാൾ ഉദാഹരണം പറഞ്ഞില്ലേ, എന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നത് എന്റെ ഫ്രണ്ട്സും ഫാമിലിയും മാത്രമാണ്, അതിൽ തരുന്ന ഓർഡറുകളാണ്. ഉണ്ടോ ചെറിയ ആരാണ് നിങ്ങളുടെ ഇപ്പൊ ഉള്ള കസ്റ്റമർ? ഒന്ന് കമന്റ് ചെയ്ത് നോക്കിയോ. ഫ്രണ്ട്സ് ആണോ, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആണോ, നൈബേഴ്സ് ആണോ, സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പുതിയ പുതിയ ആൾക്കാരാണോ? അപ്പൊ എന്റെ കസ്റ്റമർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് സോഷ്യൽ മീഡിയ വഴി വരുന്നവരല്ലേ നിങ്ങൾ എല്ലാവരും എന്റെ കസ്റ്റമേഴ്സ്. ലോക്കൽ ബിസിനസ് ആണോ? പൊതുവെ ലോക്കൽ, ഇപ്പൊ ഒരു റെസ്റ്റോറന്റുകാരന്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ലോക്കൽ ബിസിനസ്, ലോക്കൽ ആയുള്ള ആൾക്കാരായിരിക്കും, അല്ലെ? അവിടെയൊക്കെ വേറെ ആരും അങ്ങനെ ബ്രാൻഡഡ് അല്ലാതിരിക്കും, പുറത്തുനിന്ന് ആൾക്കാർ വരില്ലല്ലോ. അപ്പോ ഓഫീസിലുള്ളവർ ഫ്രണ്ട്സ് ആണ്, കൊലീഗ്സ് ആണ്. ഇതാരാണെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സ്പാൻഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റില്ല. ഡയറക്റ്റ് വരുന്നവർ, അത് നമ്മൾ ലോക്കൽ ബിസിനസ് ആണ്. അല്ല, നിങ്ങളുടെ ആക്ച്വലി അങ്ങനെയല്ല. നിങ്ങൾ കസ്റ്റമർ എന്ന് പറയുന്ന ഓൾറെഡി ലിസ്റ്റഡ് ആയ ആൾക്കാരാ. അനിതയുടെ കസ്റ്റമർ ലിസ്റ്റഡ് ആയ ആൾക്കാരാ. പുതിയ ആരും ഇവിടെ വരുന്നില്ല. ആ ലോക്കലിൽ നിന്ന് പുതിയതായിട്ട് ആരും വരുന്നില്ലല്ലോ, റേഷൻ ഷോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിങ്ങൾ ഓൾറെഡി ഡാറ്റ നിങ്ങളിൽ ഉള്ളതാ അവരുടെ. അതിന് നിങ്ങൾക്ക് കറക്റ്റ് ഉപയോഗിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റ് അതിനോട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ അതിന്റെ വേറെ ഐഡിയ പറഞ്ഞതാ. നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് ഈ ആൾക്കാരിൽ എത്തിക്കാൻ പറ്റും മറ്റൊരു രൂപത്തിൽ. അത് നിങ്ങളിലും കൃത്യമായി ഡാറ്റ ഉള്ള കസ്റ്റമേഴ്സ് ആണ്. കസ്റ്റമേഴ്സിന് ഡാറ്റ നിങ്ങളിൽ ഓൾറെഡി ഉണ്ട്. ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബിസിനസിന്റെ സപ്പോർട്ട് ഗ്രൂപ്പ് ആരാണ് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ബിസിനസിന്റെ എക്സ്പാൻഡ്, അതായത് കസ്റ്റമർ എക്സ്പാൻഡ് ചെയ്യാനുള്ള പോളിസി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉദാഹരണത്തിന് നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിൽ ആ സർക്കിളിൽ നിന്നും അടുത്ത സർക്കിളിലേക്ക് നിങ്ങളുടെ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യിപ്പിക്കാൻ നിങ്ങൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൽ എത്തിക്കാൻ എന്ത് മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ചു? ഇതിന് പറയുന്ന പേരാണ് റെഫറൽ എന്ന് പറയുന്ന സംഭവം. റെഫറൽ സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബിസിനസ് സ്ട്രാറ്റജിയാണ്. ഇത് ഉപയോഗിക്കണം. ഇത് നല്ല ആൻസറാണ്. നിങ്ങൾ ആർക്ക് കൊടുക്കുന്നു അവരാണ് എന്റെ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? അൺനോൺ ആണല്ലേ. നടന്നാ നടന്നു, നടന്നില്ലെങ്കിൽ നടന്നില്ല, വന്നാ വന്നു, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്ന അവസ്ഥയല്ലേ ഈ പറഞ്ഞ അനന്തവല്ലി. ഞാൻ ആർക്ക് സാധനം വിൽക്കുന്നു അവരാണ് എന്റെ കസ്റ്റമർ. എന്നിട്ട് എന്താ കാര്യം? നെക്സ്റ്റ് ടൈം അവരെവിടെ കിട്ടും? ഞാൻ ഇന്നലെ കഥ പറഞ്ഞു, റെയിൽവേ സ്റ്റേഷനിൽ ചായ വെക്കുന്ന പോലെ അവസ്ഥയാണ്. ആര് വരുന്നൊന്നുമില്ല, വാങ്ങിച്ചാ വാങ്ങിച്ചില്ല. അപ്പോ നമുക്ക് എപ്പോഴും വേണ്ടത് കസ്റ്റമർ നെറ്റ്വർക്ക് എക്സ്പാൻഷനിൽ നമുക്ക് റെഫറൽ സിസ്റ്റം എന്ന് പറയുന്ന സാധനം കൊണ്ടുവരണം. എങ്ങനെ? നിങ്ങളുടെ ഫ്രണ്ട്, ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഒരു ചുരിദാർ ആണ് വിൽക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട് ചുരിദാറിന്റെ മെറ്റീരിയൽ വാങ്ങിക്കുന്നുവെങ്കിൽ ആ ഫ്രണ്ടിന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാം. നിങ്ങൾ ഇത്തവണ
ചുരിദാർ നിങ്ങളുടെ ഫ്രണ്ടിനെ ഈ ഷോപ്പ് പരിചയപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾക്ക് ചുരിദാർ ഫ്രീ കൊടുക്കാൻ പറ്റും, ഒരു ചുരിദാർ ഫ്രീ, അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ ഫ്രീ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 25 പോയിന്റ് കിട്ടും. അങ്ങനെ 100 പോയിന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ചുരിദാർ ഫ്രീ തരാം. ഇത് വളരെ എഫക്റ്റീവായി വർക്ക് ചെയ്യുന്ന സംഭവമാണ് റെഫറൽ എന്ന് പറയുന്നത്. വെറുതെ ആൾക്കാർ റെഫർ ചെയ്യുന്നതല്ല. വെറുതെ റെഫർ ചെയ്തിട്ട് എന്താ കാര്യം? അവർക്കും ബെനിഫിറ്റ് ഉണ്ടാവണ്ടേ? ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ശരിക്കും വർക്ക് ചെയ്യുന്ന മെത്തേഡാണ്. നിങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തു, എന്നിട്ട് അതിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാശുണ്ടാക്കാം എന്ന് പറയുന്ന പോലെ നിങ്ങളെ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവിടെ ഒരു ഇതുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിൽ ഒരു മിസ്റ്റേക്ക് ഉള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് വിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അയാളെ നിങ്ങൾ ഇതിന്റെ ഏജൻസി ആക്കാൻ, എന്താ പറയുക, അതിന്റെ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അത് കൺവേർട്ട് ചെയ്യാതെ ഒരാൾക്ക് വാങ്ങിക്കാൻ പറ്റാത്തൊരവസ്ഥ അവിടെ വരും. അതിന് പകരം നിങ്ങൾ പുറത്ത് കസ്റ്റമർ കണ്ടെത്തുകയും എന്നിട്ട് അത് നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് മിക്സ് ചെയ്യിപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് നിങ്ങൾ അവിടെ കൊണ്ടുവരണം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഡീറ്റെയിൽസ് പഠിച്ച് മാത്രം പറയാൻ പറ്റുന്ന കാര്യമാണ്. പബ്ലിക്കിൽ ഞാനിപ്പോൾ കൂടുതൽ അതിനെ പറ്റിയിട്ട് ഇവിടെ റെക്കോർഡിങ്ങിൽ പറയാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒരുപാട് ലിമിറ്റേഷൻസ് ഓരോ നെറ്റ്വർക്കിംഗ് മാർക്കറ്റിംഗ് കമ്പനികളിൽ ബേസ് ടു ബേസ് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് അവരുടെ ഇന്റേണൽ പോളിസി അനുസരിച്ചിരിക്കും. പക്ഷേ അവിടെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഓരോ രീതിയിലും വ്യത്യാസപ്പെടുത്താൻ പറ്റും. ഓരോ കമ്പനി അനുസരിച്ച് നമുക്ക് പഠിച്ച് അതിന്റെ മെത്തേഡ്സുകൾ പുതിയ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഒരു സിസ്റ്റം, കസ്റ്റമർ എക്സ്പാൻഡേഷൻ വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു ഉദാഹരണം, ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാൾക്ക് നിങ്ങളുടെ കസ്റ്റമറിന്റെ ഫോളോ അപ്പ് എന്ന് പറയുന്ന സംഭവം എത്ര കണ്ട് നിങ്ങൾ നടത്തുന്നുണ്ട്? ഇത് ഫോളോ അപ്പ് ഒരു സിസ്റ്റമൈസ് ആയിട്ട് തന്നെ ഫോളോ അപ്പ് നടത്തും. കസ്റ്റമർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഫോളോ അപ്പ് ഇല്ലായ്മയാണ്. കസ്റ്റമർ നഷ്ടപ്പെടാനുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഫോളോ അപ്പ്. ഞങ്ങൾ പോലും അത് ഫോളോ ചെയ്യുന്നില്ല. ഞങ്ങൾ പൊതുവെ നമുക്ക് അങ്ങനെ പൊതുവെ ഒരു സിസ്റ്റം ഫോളോ അപ്പ് ചെയ്യുന്ന സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് കഴിയുമ്പോൾ അടുത്ത കോഴ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമെന്നൊന്നും ഞങ്ങൾ പറയാറില്ല. കാരണം ഞങ്ങളുടെ ആ ഒരു പോളിസി ഞങ്ങൾ ബിൽഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ കോഴ്സ് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളും കസ്റ്റമറോട് ഒരു കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത് ഇന്ന കോഴ്സ് ചെയ്യണം എന്ന് പ്രോംപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അവരോട് കമ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു പോളിസി ഈ കോഴ്സ് വിൽക്കുന്ന കാര്യത്തിൽ ഇതുവരെ അങ്ങനെ ഒരു പോളിസി നമ്മൾ ബിൽഡ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ബിസിനസ് നടക്കണമെങ്കിൽ ആസ് പെർ ബിസിനസ് പോളിസി ആണെങ്കിൽ ഒരു പ്രാവശ്യം ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാളുടെ ആവശ്യം അനുസരിച്ച് പിന്നെയും പ്രൊഡക്റ്റുകൾ കൊടുക്കണമെന്നാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഞാനിവിടെ ചെയ്യുന്നത്, ഞാൻ ജനറലായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നു, അതിൽ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തോളൂ എന്ന് പറയുന്നു. നിങ്ങൾ ഒരു കോഴ്സ് ചോദിച്ചാൽ ആ കോഴ്സ് നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്ന മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇത് ശരിക്കും ബിസിനസ് സ്ട്രാറ്റജിയിൽ ശരിയല്ല. ഇത് ഞാൻ നിങ്ങളോട് കൃത്യമായി പറഞ്ഞു തരുന്നു. ദിസ് ഇസ് നോട്ട് അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ബിസിനസ് സ്ട്രാറ്റജി അല്ല ഹാപ്പിനെസ് മാസ്റ്ററിൽ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഞാൻ ബിസിനസ് സ്ട്രാറ്റജി ആയിരിക്കും ചെയ്യുന്നത്. ബിസിനസ് മാസ്റ്ററി ഹബിൽ ബിസിനസ് സ്ട്രാറ്റജി തന്നെ. കാരണം ഞാൻ അതൊരു സർവീസ്, ഓപ്പൺ സർവീസ് ആയിട്ട് എടുക്കണേ. പക്ഷെ ഇതൊരു ബിസിനസ് ആണ്. ഇത് നിങ്ങൾ ബിസിനസ് പഠിക്കുകയും വേണം, ബിസിനസ് കൂടുതൽ ചെയ്യുകയും വേണം എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പേര് നിങ്ങളുടെ ബിസിനസ്സിനെ, നിങ്ങളുടെ കസ്റ്റമർ ലെവലിനെ കൂട്ടാനുള്ള പ്രവർത്തനം ഓരോ ദിവസവും ചെയ്യുന്നുണ്ട്? എത്ര പേർക്ക് ആ ഐഡിയ ഉണ്ട്? ഇപ്പോൾ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഓരോ ദിവസവും മാറ്റുന്ന എത്ര പേരുണ്ട്? ടെസ്റ്റിമോണികൾ കളക്ട് ചെയ്ത്, നിങ്ങളുടെ പ്രൊഡക്റ്റ് വിറ്റിട്ട് സാറ്റിസ്ഫൈ ആയ ഒരു കസ്റ്റമറിന്റെ ടെസ്റ്റിമോണിയൽ കളക്ട് ചെയ്ത് എത്ര പേരുണ്ട്? ഒരു LIC ഏജന്റ്, ഞാൻ LIC പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് പോയി പറയാം, നിങ്ങൾക്ക് ഞാൻ ഈ സാധനം തന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് എന്നെ പറ്റി പറയാനുള്ളത് എന്ന് ചോദിച്ചിട്ട് ഒരു വോയിസ് അവരുടെ റെക്കോർഡ് ചെയ്ത് മേടിച്ച ആൾക്കാർ ഇവിടെ എത്ര പേരുണ്ട്? ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് ഒരു ചുരിദാർ വാങ്ങിച്ചു, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾക്ക് റെഫറൻസ്, നമ്മൾ കസ്റ്റമർ റെഫറൻസ് എത്രത്തോളം നമുക്കുണ്ട്, നമ്മൾ അതിനു വേണ്ടി എന്തു ചെയ്യുന്നു എന്നുള്ളത് ഒരു ബിസിനസിന്റെ ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. കസ്റ്റമർ നെറ്റ്വർക്ക് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇതിനു വേണ്ടി നിങ്ങൾ ഓരോ ദിവസവും നടത്തുന്ന
ഓരോ ദിവസവും നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഫോളോ അപ്പുകൾ എന്താണ് എന്നുള്ളത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതിനുവേണ്ടി 2 കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞത്. ഒന്ന്, റെഫറൽ സിസ്റ്റം നിങ്ങൾ ഉണ്ടായിരിക്കണം. ആദ്യം പറയാം. ഒന്നാമത്തത്, ആരാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സ്, ഏത് സർക്കിളിൽ പെട്ടതാണ് കസ്റ്റമർ എന്ന് ഡിസൈഡ് ചെയ്യുക. നമ്പർ 1. നമ്പർ 2, യു ഷുഡ് ഹാവ് എൻ റെഫറൽ സിസ്റ്റം. നമ്മുടെ ബിസിനസിനെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു റെഫറൽ സിസ്റ്റം നിങ്ങൾ ഉണ്ടാക്കണം. മൂന്നാമത്തെ കാര്യം, കസ്റ്റമർ അവയർനെസ്. അപ്പോൾ ആ കസ്റ്റമേഴ്സിന് വേണ്ടി നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും വാട്സപ്പ് ഷെയറുകളും ഒക്കെ ഡെയിലി എത്രത്തോളം ചെയ്യുന്നു എന്നത് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫോളോ അപ്പ് എന്നുള്ളതാണ്. ഈ ഫോളോ അപ്പ് വളരെ കൃത്യമായി നിങ്ങൾ ചെയ്യുന്ന റുട്ടീനായിട്ടുള്ള ഫോളോ അപ്പ് സിസ്റ്റം നിങ്ങൾ ചെയ്യണം. ഉദാഹരണത്തിന് ഞാൻ ഒരു ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ പറഞ്ഞ കാര്യമാണ്. സാറ് പറയുന്ന പോസ്റ്റ്, സോഷ്യൽ മീഡിയ പോസ്റ്റിംഗ് ഒക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. ഞാൻ എല്ലാ ദിവസവും വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. പക്ഷെ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാ ദിവസവും കാണുന്ന ആൾക്കാരുടെ എണ്ണം 5 പേരാണ്. ഒന്ന് എൻ്റെ അമ്മ കാണും, ഒന്ന് എൻ്റെ അനിയൻ കാണും, ഒന്ന് എൻ്റെ നാത്തൂൻ കാണും, പിന്നൊന്ന് ഞാൻ കാണും. അല്ലേ? ഇങ്ങനെയുള്ള അനുഭവം ഇഷ്ടംപോലെ ആൾക്കാർക്കില്ലേ? വാട്സപ്പ് സ്റ്റാറ്റസുകാരുടെ എണ്ണം 5 പേര് കണ്ടു, 10 പേര് കണ്ടു, 15 പേര് കണ്ടു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പോഴേക്ക് തന്നെ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ. ഇതേ ആളോട് ഞാൻ ചോദിച്ചാണ്, നിങ്ങളുടെ എത്ര കസ്റ്റമറുടെ അടുത്ത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്? നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ നിങ്ങളുടെ കസ്റ്റമറുടെ അടുത്ത് എത്ര പേരുടെ അടുത്ത് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ട്? അതറിയില്ല. നിങ്ങളുടെ കസ്റ്റമറിന്റെ എത്ര കോണ്ടാക്ട് നമ്പറുകൾ നിങ്ങളുടെ ഫോണിലുണ്ട്? അയ്യോ, ഞാനങ്ങനെ ഫോണിൽ അധികം നമ്പർ ഒന്നും സേവ് ചെയ്ത് വെക്കാറില്ല. എൻ്റെ നോട്ട് പുസ്തകത്തിലാണ്. ഞാൻ എപ്പോഴെങ്കിലും വിളിച്ച ആൾക്കാരെ എൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഫോണിൽ സേവ് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് അറിയാമോ വാട്സപ്പിന്റെ സ്റ്റാറ്റസിന്റെ സിസ്റ്റം അറിയാവോ? എങ്ങനെയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് രണ്ടുപേർക്കും കാണുന്നതെന്ന്? നമ്പർ സേവ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ? അപ്പൊ മാത്രമല്ലേ കാണുള്ളൂ, അല്ലെങ്കിൽ കാണില്ലല്ലോ. ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ്, ബേസിക് കോൺസെപ്റ്റ് ആണ്. ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞ് ഇത് പറഞ്ഞ പോലെ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയുമ്പോൾ എത്ര പേര് ഉണ്ട് എന്നുള്ളത്, ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഫോളോ അപ്പ് സിസ്റ്റം നമ്മൾ കൃത്യമായി പാലിക്കാത്തത് കൊണ്ടാണ് എന്നറിയുക. ഇത് കൃത്യമായി നമ്മളൊരു സിസ്റ്റം വെച്ചിട്ട് തന്നെ മുമ്പോട്ട് പോകണം. ക്ലിയർ ആയോ ഈ സാധനം? ഈ 4 കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ചെയ്യാത്തത് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. പറ്റാത്തതൊന്നും ഞാൻ ഈ 3 എണ്ണത്തിൽ പറഞ്ഞില്ലല്ലോ, 4 കാര്യങ്ങൾ പറഞ്ഞില്ലല്ലോ. ജസ്റ്റ് ടൈപ്പ് ചെയ്യൂ, കമന്റ്. ഇത് മനസ്സിലാക്കി എടുത്തു പോകേണ്ടത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് അറിയേണ്ടതാണ്. എന്തിനാണ് ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് വെക്കുന്നത്? എന്തിനാണ് ഞാൻ ആൾക്കാരുടെ കോണ്ടാക്ട് എന്റെ ഫോണിൽ വെക്കുന്നത്? എന്തിനാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ഇത് മനസ്സിലാവാതിരുന്നാൽ മുമ്പിലോട്ട് പോവില്ല. എത്ര പേരുണ്ട്? പെട്ടെന്ന് കമോൺ. യെസ്. ഇനി മൂന്നാമത്തെ കാര്യം, വളരെ കൃത്യമായിട്ട് മൂന്നാമത് നമ്മൾ വെക്കുന്ന ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്സ് എന്ന് പറയുന്നത്. ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത്, നമ്മൾ ഓരോ ബിസിനസ്, നിങ്ങൾക്കറിയാലോ, ഓരോ ബിസിനസ് നമ്മൾ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാക്കാനാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്ത് ഘടകങ്ങൾ ഉണ്ടെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് തിങ്സ് എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവുക എന്നതാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും ബിസിനസ്. അല്ല, എല്ലാവരുടെയും ലക്ഷ്യം സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം ഉണ്ടാവുകയാണ്. ഈ സാമ്പത്തികമായ ഗോൾ സെറ്റിങ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ട്? ഇത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ, എന്താണ് സാമ്പത്തിക ഗോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പറയും, നേരത്തെ സാറ് പറഞ്ഞല്ലോ ഗോൾ സെറ്റ് ചെയ്യാനായിട്ട്. അത് നിങ്ങളുടെ സെയിൽസിന്റെ ഗോൾ സെറ്റിങ്സ് ആണ്. സാമ്പത്തിക ഗോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ബിസിനസിന്റെ മൊത്തത്തിലുള്ള ഒരവസ്ഥ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒരു കസ്റ്റമർ നിങ്ങളോട് വില ചോദിക്കുന്നു, നിങ്ങൾ വില പറയുന്നു, കസ്റ്റമർ നിങ്ങളെ തിരിച്ചു വിളിക്കാമെന്ന് പറയുന്നു. പിന്നെ അയാളെ ചന്ദ്രനിൽ പോയി തെരഞ്ഞാലും കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ എവിടെയാണ് പിഴച്ചത്? ഒരു കസ്റ്റമർ നിങ്ങളെ വിളിക്കുന്നു, വില ചോദിക്കുന്നു, നിങ്ങൾ വില പറയുന്നു, പിന്നെ അയാളെ ഒരു ലോകത്തും ഒരു ലോകത്ത് പോലും അയാൾ ഇല്ല എങ്കിൽ എന്തോ എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം എന്നെ കാണാൻ വന്ന ഒരു ഗാർമെന്റ്സ് ബിസിനസ് നടത്തുന്ന ഒരാൾ
സാറേ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഞാൻ എന്തും ചെയ്യാൻ റെഡിയാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. 6 വർഷമായി ഈ കട നടത്തുന്നത്, ഒരു രക്ഷയില്ല, രക്ഷയില്ല, കടം മേടിച്ച് ഞാൻ മതിയായി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന ഒരാളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ കച്ചവടം ഉണ്ടാവുന്നു എന്ന് ചോദിച്ചു. ദിവസം ഒരു 5000 രൂപയൊക്കെ കച്ചവടം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. എത്ര രൂപ ലാഭം കിട്ടുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, സാറേ 5000 രൂപ കിട്ടും. ഉത്തരം നിങ്ങൾ ശ്രദ്ധിക്കണേ. എത്ര രൂപ കച്ചവടം ഉണ്ടാവുന്നു എന്ന് ചോദിച്ചപ്പോ 6 വർഷമായി ഗാർമെന്റ്സ് ബിസിനസ് ചെയ്യുന്ന ആളോട് എത്ര രൂപ ലാഭം കിട്ടുന്നു, എത്ര രൂപ കച്ചവടം ഉണ്ടാവുന്നു ചോദിച്ചു. 5000 രൂപ കിട്ടുന്നു എന്ന് വെച്ചു. എത്ര നിങ്ങൾക്ക് അപ്പൊ ലാഭം ഉണ്ടാവും? 5000 രൂപ കിട്ടുന്നു സാറേ. ഓക്കെ, ശരി. എത്ര രൂപ ലാഭത്തിനാണ് നിങ്ങൾ, എത്ര പെർസെന്റേജ് ലാഭത്തിനാണ് നിങ്ങൾ സാധനം കൊടുക്കുന്നത്? സാറേ 350 രൂപയ്ക്ക് വന്ന ചുരിദാർ ഞാനൊരു 350 രൂപയ്ക്ക് കൊടുക്കും. അപ്പൊ എത്ര പെർസെന്റേജ് കിട്ടി? അതെനിക്കറിയില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ദിവസം ചെലവ് എത്ര? അതിപ്പോ എനിക്കെന്താ ചെലവുള്ള? ഒരു ജോലിക്കാരനുണ്ട്, അവന് ശമ്പളം കൊടുക്കണം, വാടക ദിവസവും 2500 രൂപ കൊടുക്കണം. 2000 2000 ദിവസം വാടക കൊടുക്കണം. ദിവസം അല്ല, അല്ല, അവർക്ക് എത്ര വാടക എന്ന് പറഞ്ഞാൽ ഇത് 200 രൂപ മറ്റോ ഡെയിലി വാടക കൊടുക്കണം. പിന്നെ ഒരാൾക്ക് 1500 രൂപ, 1100 രൂപ ശമ്പളം കൊടുക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കച്ചവടം എത്ര? വീണ്ടും ചോദിച്ചോ, എത്ര രൂപ കച്ചവടം ചെയ്യുന്നു? 5000. എത്ര ലാഭം കിട്ടുന്നു? സാർ 5000 ലാഭം കിട്ടുന്നു. അപ്പൊ നിങ്ങൾ വാങ്ങിച്ച സാധനത്തിന്റെ കോസ്റ്റ് എത്രയാ? അതെനിക്കറിയില്ല. എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ഈ കോൺവെർസേഷനിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അവര് ബിസിനസ് ചെയ്യുന്ന ഒരാളാണോ അല്ലയോ? അവർക്ക് ബിസിനസ് അറിയുമെന്ന് നിങ്ങൾക്ക് പറയാമോ, ബിസിനസ് അറിയില്ല എന്ന് പറയാം? എന്തുകൊണ്ടാണ് ഒരു 6 വർഷമായിട്ട് ബിസിനസ് രക്ഷപ്പെടാത്തതെന്നൊരു ഉത്തരം ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും റിലവന്റ് ആണ്. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരിൽ ഇതുണ്ട് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിങ്ങിനെ പറ്റി പറഞ്ഞത്. ശരിയായ കണക്ക് കൂട്ടലുകളില്ല. അപ്പോൾ ഈ മാസം എത്ര രൂപ ഞാൻ കച്ചവടം ചെയ്യുന്നു? നമ്പർ 1 നമ്മൾ എഴുതി വെക്കണം. ഇത്ര രൂപ വെറുതെ മനസ്സിലല്ല, എഴുതി വെക്കണം. ഇത്ര രൂപ കച്ചവടം ചെയ്യുന്നു, ഇത്ര രൂപ ചെലവ് എനിക്കുണ്ട്, ഇത്രയേ ഞാൻ ചെലവാക്കുള്ളൂ, അതിൽ എനിക്ക് ഇത്ര രൂപ ലാഭം ഉണ്ടാവണം. നമ്മുടെ ലാഭം ഇപ്പൊ എന്താണെന്നറിയോ? എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കിട്ടിയാലാണ് നമ്മുടെ ശമ്പളം. നമ്മൾ ലാഭം ഇല്ല, ലാഭത്തിന് വേറെ കാര്യം വിടട്ടെ. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് ബാങ്കിൽ പൈസ അടക്കാൻ പറ്റില്ല, തികയാത്ത അവസ്ഥയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേര്, തിരിച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളതെങ്കിൽ അതിന് വിളിക്കുന്ന പേരെന്താണ്? ബിസിനസ് എന്നായിരിക്കോ? ഒരിക്കലുമല്ല. ഇത് മനസ്സിലാക്കുക. അപ്പോ നമ്മൾ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസം എനിക്ക് എന്ത് കിട്ടും? എന്ത് കച്ചവടം എനിക്ക് അവിടെ ചെയ്യാൻ പറ്റും? 10 ലക്ഷം ചെയ്യുന്നവൻ എത്ര ചെയ്യാൻ പറ്റും? അതിൽ എനിക്ക് എന്ത് ലാഭം കിട്ടും? എന്ത് എക്സ്പെൻസ് എനിക്ക് അവിടെ ഉണ്ട്? അല്ലെങ്കിൽ തിരിച്ച് മറ്റൊരു രൂപത്തിൽ പറയാം, ഞങ്ങളൊക്കെ കൂട്ടുന്ന രീതി മറ്റൊരു രൂപത്തിലാണ്. എൻ്റെ എക്സ്പെൻസ് ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കും. എനിക്ക് കിട്ടേണ്ട പൈസയെ നമ്മൾ കാൽക്കുലേറ്റ്, എനിക്ക് ഇത്ര ഈ മാസം വേണം, എനിക്ക് പേഴ്സണലായിട്ട് വേണം, പ്ലസ് പ്രോഫിറ്റ് ഇത്ര വേണം, അപ്പോൾ എത്ര രൂപയുടെ ബിസിനസ് സെറ്റ് ചെയ്യണം. ഇതാണ് സെയിൽസ് ടാർഗറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ നമ്മൾ ചെയ്യും, സെയിൽസ് ടാർഗറ്റ് സെറ്റ് ചെയ്യും, എന്നിട്ട് എക്സ്പെൻസ് സെറ്റ് ചെയ്യും, മാർക്കറ്റിംഗ് സെറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ തീരുമാനിക്കും എത്ര രൂപ പ്രോഫിറ്റ് നമുക്ക് വേണം. അപ്പോൾ സെയിൽസ് ചെയ്യുന്നതും മെറ്റീരിയൽ വാങ്ങിക്കുന്നതും തമ്മിലുള്ള ആ കോസ്റ്റിന്റെ ഡിഫറൻസ് നമ്മൾ അവിടെ എത്തിക്കും. കോസ്റ്റ്, സാധനം മേടിക്കണ്ടേ? 10 രൂപയ്ക്ക് മേടിച്ച സാധനം 15 രൂപയ്ക്കാ കൊടുക്കുന്നതെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. 5 രൂപ ലാഭം കിട്ടുന്നു, കൊടുക്കുന്നത് തെറ്റില്ല. പക്ഷേ അത് ഒരു ദിവസം 10 പീസാണ് വിൽക്കുന്നതെങ്കിൽ എത്ര രൂപ ലാഭം കിട്ടും? 50 രൂപ അല്ലെ ലാഭം കിട്ടും. ചെലവ് എത്ര ഉണ്ടാവും? 250 രൂപയാണ് ചെലവെങ്കിൽ ആ കച്ചവടം പ്രോഫിറ്റ് ആണോ ലോസ് ആണോ?
ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നത് കേട്ടോ. ഇതില്ലാത്ത കുറേ പേര് ഇവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ശ്രദ്ധയാണ്, പക്ഷെ ബിസിനസ്സിൽ നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം നിങ്ങൾ ഓരോ ആൾക്കാർ, കുറേ ആൾക്കാർ എന്നോട് നേരിട്ട് സംസാരിച്ചവരുണ്ട്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നത്തിൽ എത്ര പ്രോഫിറ്റ് ലഭിക്കുന്നു എന്ന് നിങ്ങൾ കൃത്യമായി പറയണം. ഞാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി ഒരൊറ്റ ഇത് പറയാം. ഒരു ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാൾ, നിങ്ങൾക്ക് ഇന്നത്തെ പ്രോഫിറ്റ്, ഇന്ന് സൺഡേ ലീവ് നിങ്ങൾ പോയില്ല, ഇന്നലെ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു ഒന്ന് ആർക്കെങ്കിലും ഒരു ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഇന്നലെ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു എന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ട്? പക്ഷെ ഫാസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ. അല്ലെങ്കിൽ ഗാർമെന്റ്സ് ഷോപ്പ് നടത്തുന്നയാൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെയുണ്ട് ഏതെങ്കിലും ചെയ്യുന്നയാൾ, ഇന്നലത്തെ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയായിരുന്നു എന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയുന്നു, ശരിക്കും ശ്രദ്ധിക്കണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശമ്പളം കൂടി കുറഞ്ഞതിന് ശേഷം കിട്ടുന്ന സാധനത്തിനാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ സാലറി കൂടി ഫിക്സ് ചെയ്തിട്ട് ആ സാലറി വിഡ്രോ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ അത് പ്രോഫിറ്റ് അല്ല. ഇത് കൃത്യം മനസ്സിലാക്കി വെക്കണം. ശമ്പളം കഴിച്ചിട്ട്, അപ്പോൾ നിങ്ങളുടെ ശമ്പളം എത്ര മാറ്റി വെച്ചു? സ്റ്റാഫിന്റെ ശമ്പളം, നിങ്ങളുടെ ശമ്പളം, വാടക, കറണ്ട് ബില്ല്, മെറ്റീരിയൽ കോസ്റ്റ്, പിന്നെന്താ, ടാക്സ് അടക്കേണ്ട ടാക്സ്, മറ്റു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് നെറ്റ് ബാക്കി വരുന്ന എമൗണ്ട് എത്ര? ലോൺ റീപേയ്മെന്റ് ഉണ്ടെങ്കിൽ ലോൺ റീപേയ്മെന്റ്, ഇൻട്രസ്റ്റ്, ലോൺ പേയ്മെന്റ് എമൗണ്ട് അല്ല, ഇൻട്രസ്റ്റ് കഴിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു, അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഇത് കിട്ടുന്നില്ലേ എങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ പ്രോഫിറ്റബിൾ അല്ല, നഷ്ടമാണ്. ഫൈനാൻഷ്യൽ ഗോൾ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ പ്രാക്ടിക്കലി ഫൈനാൻഷ്യൽ ചെയ്യുന്നില്ല എന്നതിന്റെ അർത്ഥമാണ്. ഇവിടെ പറഞ്ഞ ഒരാളോട് തന്നെ പറയാം, സിന്ധു സത്യൻ 3000 രൂപ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു ഇന്നലെ ഒരു ദിവസം. അപ്പൊ സിന്ധു സത്യൻ നിങ്ങളുടെ ശമ്പളം എടുത്തിട്ടാണോ ഇത് ചെയ്തത്, അല്ല എടുക്കാതെയാണോ? ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അസീനക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തുകൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു, എത്രത്തോളം ചിന്തിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ് ഗിരിജ ബിസിനസിന്റെ പ്രോഫിറ്റ് കണക്കൂട്ടണമെന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ മനസ്സിലായി ഇത് എങ്ങോട്ടാണ് ഇത് പോകുന്നത് എന്നുള്ളത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയാലും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആതിര ഒരു ദിവസത്തെ കാൽക്കുലേഷൻ ചെയ്തു നോക്കിയോ, എത്ര രൂപ കിട്ടുന്നു എന്നുള്ളത്, എത്ര കിട്ടണം എന്ന് കണക്കൂട്ടി നോക്കിയോ? ശ്രീലത മാം നീ അന്ന് പറഞ്ഞ പോലെ എൻ്റെ കസ്റ്റമറിന് എനിക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നിപ്പോ മനസ്സിലായോ? ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊണ്ട് പറ്റും. ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്സ് ഇല്ലെങ്കിൽ പറ്റില്ല. ഫൈനാൻഷ്യൽ ഗോൾ സെറ്റിംഗ്സ് ഉണ്ടാകുമ്പോൾ കോസ്റ്റ്, നമ്മുടെ മെറ്റീരിയൽ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് ഉണ്ടാവും, പ്രോഫിറ്റ് സെപ്പറേറ്റ് ആയിട്ട് പോകും, കാൽക്കുലേഷൻ കറക്റ്റ് ഉണ്ടാവും. ഇത് എത്രത്തോളം ഉണ്ട്? ഇത് രണ്ട് കാര്യമുണ്ട്. ഒരു ബിസിനസ് നടത്തുക, ഇത് ഞാനിപ്പോ പറയുന്നതെല്ലാം, ഈ പറയുന്നതെല്ലാം കോമൺ ആയിട്ടുള്ള സെൽഫ് എംപ്ലോയിഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം പറഞ്ഞ കോൺസെപ്റ്റുകളാണ് ഇതൊക്കെ. ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ ഇതൊന്നും അല്ല. ഒരു സ്ട്രക്ചേർഡ് ബിസിനസ്സിൽ പോകുമ്പോൾ ഇതെല്ലാം മാറും. എന്താണെന്നറിയോ? അവിടെ മുതലാളി അല്ലെങ്കിൽ മാനേജർ, സെയിൽസ്മാൻ, മാർക്കറ്റിംഗ്, അക്കൗണ്ട്സ്, ഡിസ്പാച്ച്, ഡെലിവറി, മെറ്റീരിയൽ പ്രൊക്യൂർമെന്റ്, ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ ഓരോ ആളുടെയും റെസ്പോൺസിബിലിറ്റി അവർ ചെയ്യണം. അക്കൗണ്ട്സ് ചെയ്യേണ്ട ആള് ഈ കണക്കുകൾ മുഴുവൻ നോക്കേണ്ടത് അയാളാണ്. പ്രോഫിറ്റ് എത്ര കിട്ടി, എത്ര പ്രൊഡക്റ്റ് വിറ്റു, എന്തുകൊണ്ട് വിൽക്കുന്നു എന്നുള്ള ഉത്തരവാദിത്തം അയാൾ ഏറ്റെടുക്കുകയും, സെയിൽസ് ചെയ്യുന്നയാൾ കച്ചവടം 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 കച്ചവടം, ലാഭം 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 ലാഭം. മാർക്കറ്റിങ്ങിന്റെ ആള് പ്രൊഡക്റ്റ് ഇങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ അവയർനെസ് അടുത്തുകൊണ്ടിരിക്കുക എന്ന് മാത്രമാണ് അവരുടെ ഉദ്ദേശം. ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന വർക്ക് മാത്രമാണ് അതിന്റെ മാനേജർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുതലാളി എന്ന് പറയുന്ന ആള് ചെയ്യുന്നത്. ഇതെല്ലാം വ്യത്യസ്തമാണ് അവിടെ എത്തുമ്പോൾ. പക്ഷെ ഞാൻ ഇപ്പൊ ബേസിക് ആയിട്ടാണ് നിങ്ങളെ ഈ കാര്യം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ക്ലാസ് സാധാരണക്കാർക്ക് മാത്രമുള്ളതാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ക്ലിയർ ആയോ? ഇത് കൃത്യമായി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. നാലാമത്തെ കാര്യം, ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇമോഷണൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം, ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇമോഷണൽ മോട്ടിവേഷൻ. സാധാരണക്കാരുടെ ബിസിനസ്സിൽ ഇമോഷണൽ മോട്ടിവേഷൻ. ഒരു ഉദാഹരണം ഇപ്പോൾ ഇത് പറയാം. രമ്യ
ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി. രമ്യ ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങി. കസ്റ്റമർ വരാനായിട്ട് കാത്തിരുന്നു കൊണ്ടേയിരുന്നു. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് രമ്യ പോസ്റ്ററുകളും പിന്നെ എന്താ പറയുക സോഷ്യൽ മീഡിയകളും പരസ്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. കസ്റ്റമർ വന്നുകൊണ്ടേയിരുന്നു. 2 വർഷമായിട്ടും രമ്യ കസ്റ്റമേഴ്സിന് പോസ്റ്ററുകൾ അയക്കുന്നു, ഫോളോ അപ്പ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞ സിസ്റ്റംസ് എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നു. കസ്റ്റമറിന് വേണ്ടിയിട്ട് രമ്യ കാത്തുകൊണ്ടേയിരിക്കുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ രമ്യയുടെ അവസ്ഥ, രമ്യയുടെ ബ്യൂട്ടി പാർലറിന്റെ അവസ്ഥ നോക്കുമ്പോൾ കസ്റ്റമേഴ്സ് വന്നിട്ട് രമ്യയുടെ 5 മിനിറ്റ് കിട്ടുമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. 5 മിനിറ്റ് രമ്യയുടെ എനിക്ക് കിട്ടുമോ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. ഇതിന് പറയുന്ന പേരാണ് ഇമോഷണൽ മോട്ടിവേഷൻ. ഇങ്ങനെ എത്ര പേർക്ക് ഇത് ആഗ്രഹമുണ്ട്? വാവ്, അതൊരു ഐഡിയ ആണല്ലോ എന്ന് ചിന്തിക്കുന്ന എത്രയുണ്ട്? എന്റെ സാധനം വരാൻ വേണ്ടിയിട്ട്, എന്റെ പ്രൊഡക്റ്റ് എന്നെ കിട്ടാനായിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഉണ്ടോ? എത്ര പേർക്ക് ഇത് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് അങ്ങനെ കസ്റ്റമർ എന്നെ കാത്തിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്? നിങ്ങളെ കാത്തിരിക്കണം എന്ന് ആഗ്രഹമുണ്ട് അല്ലേ? ആർക്കാണ്? ഇവിടെ എന്തുവാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്കുള്ള വിശ്വാസം, ഇതിൽ വിശ്വസിക്കുന്നു എങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ആൾക്കാർ വന്ന് നിങ്ങളുടെ അടുത്ത് നിൽക്കണം എന്ന് നിങ്ങൾക്ക്, ഞാനിത് പ്രാക്ടീസ് ചെയ്തെടുത്ത ഒരാളാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ആളാണ്. എൻ്റെ ഷോപ്പിന്റെ മുമ്പിൽ 25-30 ആൾക്കാർ ക്യൂ നിന്നിട്ടുണ്ട് അബുദാബിയിൽ. എൻ്റെ ബിസിനസിന്റെ ഷോപ്പിന്റെ മുന്നിൽ എന്നെ കാണാനായിട്ട്, എന്നോട് സംസാരിക്കാനായിട്ട്, എൻ്റെ കയ്യിൽ മൊബൈൽ തന്നിട്ട് റിപ്പയർ ചെയ്ത് ഒന്ന് കൊണ്ടുപോകാനായിട്ട് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 25-30 ആൾക്കാർ വരെ ക്യൂ നിന്നിട്ടുണ്ട്. ആൾക്കാർ ഇതെന്തിനാ ഇവിടെ ക്യൂ നിൽക്കണേ? ഇഷ്ടംപോലെ ഷോപ്പുകൾ ഉണ്ടായിട്ട് പോലും എൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവം പറഞ്ഞത് എന്താണെന്നറിയോ? ഒറ്റ കാര്യമാണ് ഇമോഷണൽ കണക്ടിവിറ്റി. ഇന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവർക്കും എന്ത് കണക്ഷനാണ് ഞാനുമായിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് കണക്ഷനാണ് എന്നുമായിട്ടുള്ളത്? ഞാൻ പഠിപ്പിക്കുന്നത് എന്തെങ്കിലും ഭൂലോകത്തില്ലാത്ത സിസ്റ്റം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുമെന്നുള്ള വിശ്വാസമാണോ നിങ്ങൾക്കുള്ളത്? എന്നോടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ആണോ? സാറിന്റെ അടുത്ത് പോയാൽ എന്തോ ഒരു കാര്യമുണ്ട് അല്ലേ? അതല്ലേ നിങ്ങൾ വെക്കുന്നത്? അത് കണ്ട് അതിനല്ലേ നിങ്ങൾ ഇരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ഒരൊറ്റ ബേസിലാണ്. ഇനിയിപ്പോ 1-2 ആൾക്കാരുണ്ടാവും, അല്ലാതെ ഉണ്ടാവും പുതിയ ആൾക്കാർ അല്ലേ? നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ലോകത്തില്ലാത്ത പ്രശ്നങ്ങളാണോ നിങ്ങളിലുള്ളത്? അല്ലെ ഇതിനൊക്കെ മുഴുവൻ പരിഹാരം എന്നാ പിടിച്ചോ, ഒരു ക്യാപ്സൂൾ എന്നിട്ട് തരാൻ പറ്റുമോ എന്നെ കൊണ്ട്? ഇതൊന്നും ഇവിടെ പ്രാവർത്തികമല്ല. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾ തന്നെയാണ് കണ്ടെത്തുന്നത്. പക്ഷെ നമ്മൾ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ട്. എവിടെ വെച്ച് നിങ്ങൾ എന്നെ കണ്ടാലും ഇത് ഞങ്ങളുടെ ദിനേശ് സാറാണ് എന്ന് പറയുന്ന ഒരു ബോണ്ടിങ് ഇല്ലേ നമ്മൾ തമ്മിൽ? ഈ ബോണ്ടിങ് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കസ്റ്റമർ അടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്? ഇത് ഉണ്ടാക്കിയാലോ? ആതിരയുടെ ട്യൂഷൻ സെന്ററിൽ ഇന്നിപ്പോ ഇത് എന്താ പറയാ, വർഗീസിന്റെ മോള് വർഗീസാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ 15 വർഷം കഴിഞ്ഞ വർഗീസ് അല്ല പോട്ടെ, ഒരു സീമ എന്ന് പറയാം. സീമക്കാർക്ക് വർഗീസിനേക്കാളും മുമ്പ് കുട്ടികൾ ഉണ്ടാകുന്നു. സീമ പഠിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ 15 വർഷം കഴിഞ്ഞിട്ടാകുമ്പോൾ സീമ എന്റെ മകളെ കൊണ്ടുപോയിട്ട് ആദ്യം ചേർക്കേണ്ടത് ആതിരയുടെ ട്യൂഷൻ സെന്ററിലായിരിക്കണം. എന്നിട്ട് ആതിരയോട് പറയും, ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ മോളെയും കൂടി ഇവിടെ ചേർക്കുന്നു എന്ന് പറയാനുള്ള കപ്പാസിറ്റി അവിടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇമോഷണൽ മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം. ഇത് എത്രത്തോളം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും? ഒരു LIC ഏജന്റിനോട് ഉദാഹരണം പറയാം. നമ്മളൊരു LIC ഏജൻസി ഒരു പ്രൊഡക്റ്റ് എടുത്തു, ഒരു സാധനം എടുത്തു. 10-15 വർഷം കഴിഞ്ഞിട്ട് മകന് വേണ്ടിയിട്ട് ഒരു ചൈൽഡ് പ്രൊട്ടക്ഷൻ പ്ലാൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾ ആരെങ്കിലും ഒരു ഉദാഹരണം, സിന്ധുവിനെ വിളിക്കാൻ എനിക്ക് ഓർമ്മ വരുന്നുവെങ്കിൽ അത് നമ്മൾ സിന്ധുവിന്റെ അടുത്ത് സിന്ധു അത് ശരിയാക്കി തരൂ കേട്ടോ എന്ന് വിളിക്കാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ സിന്ധു അവിടെ ഒറ്റ സാധനം ഉണ്ടാക്കി വെച്ചാൽ മതി നമ്മളുമായിട്ട്. ഇതാണ് വിജയം. ഈ സാധനം നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഇത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടല്ലോ അല്ലെ? ഇത് വേണമെന്ന് ആഗ്രഹമുണ്ടല്ലോ. വെറുതെ കിട്ടുമോ?
ഇത് വേണമെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൃത്യമായി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, നിത്യവും പ്രാക്ടീസ് ചെയ്താൽ, നിത്യ അഭ്യാസി എന്ത് സംഭവിക്കും? അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു, ഇനി വീണ്ടും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ വിജയത്തിന്റെ കണക്കാരുടെ കയ്യിലാണ്? നിങ്ങളുടെ വിജയത്തിന്റെ കണക്കാരുടെ കയ്യിലാണ്? നിങ്ങൾ വിജയിക്കോ വിജയിക്കില്ലയോ എന്നുള്ള കണക്കാരുടെ കയ്യിലാണ്? നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. ഇത് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി അതിലേക്ക് എത്താൻ പറ്റും. ഇവിടെ നമ്മൾ ഇതിനെ കൃത്യമായി സത്യസന്ധമായി മുന്നോട്ട് പോയാൽ നമുക്കും വിജയിക്കാൻ സാധിക്കും. ഒരു വിഷയവും നടക്കില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 4 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ ബിസിനസിന്റെ പ്രോസ്പെക്റ്റീവ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എഴുതി വെച്ചോളൂ. നിങ്ങളുടെ ബിസിനസിന്റെ പ്രോസ്പെക്റ്റീവ്സ്, സാധ്യതകളെ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിനെ നന്നായി അറിയുക. രണ്ടാമത്, നിങ്ങളുടെ കസ്റ്റമറെ നന്നായി അറിയുക. നന്നായി കസ്റ്റമറിനെ ഫോളോ അപ്പ് ചെയ്യുക. അവരുമായി ബന്ധം സ്ഥാപിക്കുക. റിലേഷൻഷിപ്പ് അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു കസ്റ്റമേഴ്സ് ഫോളോ അപ്പ് എന്ന് പറയാം, അങ്ങനെ വേർഡ് പറഞ്ഞില്ലേ. ഇനി മൂന്നാമത്തെ, നിങ്ങൾ എന്തായിരിക്കണം? ഓക്കെ, നിങ്ങളൊരു പ്രൊഡക്റ്റ് വിറ്റു, നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളൊരു കസ്റ്റമർ നിങ്ങളെ വിളിച്ചു, ഫോൺ വിളിച്ചു, സംസാരിച്ചു. പിന്നെ ആ കസ്റ്റമർ ചന്ദ്രനിൽ പോയി കിട്ടിയാലും തപ്പിയാൽ കിട്ടൂല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയോ ഒന്ന് നഷ്ടപ്പെട്ടു എന്ന് അറിയില്ലേ? അതിനെ പറയുന്ന പേരാണ് അവൈലബിലിറ്റി. അപ്പോ സോഷ്യൽ മീഡിയ വിസിബിലിറ്റി ഉണ്ടായിരിക്കണം. ഇന്ന് സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത്, ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഭക്ഷണം കഴിക്കാനാണോ, ഉറങ്ങാനാണോ, മൊബൈൽ നോക്കാനാണോ? വൃത്തികെട്ട ചോദ്യം അല്ലേ? ഈ കാലത്ത് അങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ച സമയം കളയണം സാറേ അല്ലേ? ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഉറങ്ങാനാണോ, സോഷ്യൽ മീഡിയ മൊബൈൽ നോക്കാനാണോ? ഉറങ്ങുന്നതിനേക്കാളും കൂടുതൽ. നമ്മൾ അത്ര ചെലവാക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും ചെലവാക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളെ എത്ര പേര് കാണുന്നു? അപ്പോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ മീഡിയയില് ഞാൻ ഒരുപാട് ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ജസ്റ്റ് ഒന്ന്, നിങ്ങൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ സോഷ്യൽ മീഡിയ ഒക്കെ ജസ്റ്റ് കണ്ടിട്ടുണ്ട്. എന്താ ചെയ്യുന്നത് അറിയോ? നിങ്ങൾ ചെയ്യുന്ന വളരെ അപകടം പിടിച്ചൊരു പരിപാടി ഉണ്ട് അവിടെ. നിങ്ങൾ ഒരു പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുത്തങ്ങിടും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതി കോട്ട് എടുത്തിട്ട് ഇട്ട് കളയും. കോട്ട് എടുത്തിട്ട് അവിടെ ഇട്ട് കളയും. വായിക്കുന്നയാൾ എന്താ മനസ്സിലാക്കുന്നത്? മറ്റൊരാളുടെ കോട്ടാണ് പുള്ളി ഇട്ടതെന്നല്ലേ? എന്നാൽ അത് സമയത്ത് സ്വന്തം ഒരു കോട്ട് എടുത്തിടാൻ സാധിക്കുന്നുണ്ടോ? എത്ര പേർക്ക് ആ ധൈര്യമുണ്ട്? നിങ്ങളാണ് നിങ്ങളുടെ വിജയത്തിന്റെ ശില്പി. ബൈ സുനിത ഹരിദാസ്. എന്ത് എഴുതാൻ ധൈര്യമില്ലാത്തത്? എന്തെങ്കിലും ചെലവുണ്ടോ? വിക്ടർ ഹ്യൂഗോ പറഞ്ഞതും നെപ്പോളിയൻ പറഞ്ഞതും മഹാത്മാഗാന്ധി പറഞ്ഞതും നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിനെ നിങ്ങളുടെ പേരിൽ, അതിന് തന്നെ നിങ്ങളുടെ മനസ്സിലാക്കലിനെ എഴുതിയിടാൻ ധൈര്യമുണ്ടോ? ഞാൻ ഇതേ പരിപാടി വീഡിയോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിക്കുന്നത് പറയുമ്പോൾ ആൾക്കാർ എന്നെ കളിയാക്കിട്ട്, എന്തുവാടാ രാവിലെ എഴുന്നേറ്റ് ഈ പറയണേ, എന്തുവാടേ നീ പറയണേ, ഈ സാധനം എന്ത് വാക്കാ ഇത് എന്ന് എന്റെ മുമ്പിൽ നിന്ന് എന്നോട് വിളിച്ച് കളിയാക്കിയ ആള് കഴിഞ്ഞ പ്രാവശ്യം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഈ പറഞ്ഞ വാക്കിന് ഇത്ര ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ ആരും വിചാരിച്ചില്ല കേട്ടോ. ഇന്ന് അവരെന്റെ വീഡിയോ കാണുമ്പോൾ, യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ, ക്ലാസ്സിലിരിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഒരു കൂട്ടം ലക്ഷക്കണക്കിന് ആൾക്കാർ ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത് ഞാൻ അൺകോംപ്രമൈസഡ് ആയിട്ട് ഓരോ ദിവസവും രാവിലെ 5 മണി എന്ന സമയം, സമയം 5 മണി ഉണ്ടെങ്കിൽ ഈ വാക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഞാൻ ഇതേ വാക്കിൽ എനിക്ക് ട്രോൾ അടക്കം ഇറക്കിയിട്ടുണ്ട് നാട്ടിൽ, എൻ്റെ നാട്ടുകാര്. ഇപ്പൊ നാട്ടുകാര് എന്നെ നോക്കി പറയും, ആഹാ ഇവൻ ആള് കൊള്ളാലോ പുസ്തകം. എന്നിട്ട് എന്നെ ട്രോൾ ഇറക്കിയ ആള് എന്റെ പുസ്തകം എടുത്ത് കൈ വെച്ചിട്ട് പറഞ്ഞു, നീ ഞങ്ങൾ ട്രോൾ ഇറക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ പേരിൽ ഒരു പുസ്തകം ഇറങ്ങിക്കളയുമെന്ന്. ഞങ്ങൾ തമാശക്ക് നിനക്ക് വേണ്ടി നിന്നെ പറഞ്ഞതാണ്, പക്ഷെ ഇതൊരു പുസ്തകമായി വന്നപ്പോഴാണ് ഇതിന്റെ സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്.
എന്തേ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റാത്ത? ഞാൻ പറഞ്ഞ വാക്ക് വിടും, അവിടെ പറഞ്ഞ ഹാപ്പിനെസ് മാസ്റ്ററിൽ പറഞ്ഞ വാക്ക് നിങ്ങൾക്ക്, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. ഇത് നമ്മൾ തന്നെ നിർമ്മിക്കണം, മറ്റൊരാൾക്ക് നിർമ്മിച്ച് തരാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരാളെ കോപ്പി ചെയ്യാൻ വളരെ എളുപ്പമാണ്, പക്ഷേ നിങ്ങളായി നിൽക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. മറ്റൊരാളെ കോപ്പി ചെയ്യാൻ ഇറ്റ്സ് വെരി ഈസിയാണ്. നിങ്ങൾക്കായിട്ടിരിക്കുക. വാട്ട് ഈസ് യുവർ വാല്യൂ? വിക്ടർ ഹ്യൂഗോ പറഞ്ഞൊരു സത്യമുണ്ട്, നിങ്ങൾക്ക് 2 ചോയ്സ് ആണുള്ളത്. ഒന്നിക്കൽ മരണശേഷം നിങ്ങൾക്ക് എല്ലാവരാലും മറക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഓർക്കുന്ന ഒരു സംഭാവന ഇവിടെ ചെയ്തു പോകാൻ പറ്റും. തീരുമാനം നിങ്ങളുടേതാണ്. ഇപ്പോൾ ഇതേ ചോദ്യം നിങ്ങളോട് ചോദിക്കുന്നു. ഞങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നിക്കൽ നിങ്ങൾ നല്ലൊരു കാര്യമായി മാറാം എന്ന് തീരുമാനമെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ മതി എന്ന് തീരുമാനിക്കാം. ഇതേത് തീരുമാനമാണ് നിങ്ങളുടെ? 1 ആണോ 2 ആണോ? 1 ആണെങ്കിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു കാര്യായി മാറും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നുണ്ട്. 2 ആണല്ലോ. തീരുമാനം നിങ്ങളുടെയാണ്. ഇത്രയും സമയം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ. ആശാലത കരയണ്ട, ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചത്. ഇത് വളരെ കൃത്യമായി ഈ ഒരു തീരുമാനമാണ് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആകെ 4-5 പേരേ വണ്ണുള്ളൂ, ബാക്കിയുള്ളവർ ഇങ്ങനെയൊക്കെ പോയാൽ മതിയെന്ന് അല്ലേ? അങ്ങനെ പോയാൽ മതി, അങ്ങനെ മതി. എന്തിന് പാർക്കപ്പം നിർബന്ധം മാറ്റുണ്ടെന്ന് ഇല്ലല്ലോ, ആർക്കും നിർബന്ധമില്ല. തീരുമാനം നിങ്ങളുടെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ ഒന്നുകൂടി നിങ്ങൾക്ക് റീക്യാപ്പായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ ഇന്നിവിടെ പഠിച്ച കാര്യം ഇത്രയാണ്. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. വാട്ട് യു ഡു, ഹൂ ആർ യു എന്ന് പറയും. നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, എവിടേക്ക് പോകുന്നു, നിങ്ങൾ ദിവസം എന്തൊക്കെ ചെയ്യണം. 3 കാര്യങ്ങൾ. നിങ്ങൾ ആരാണ്, എവിടേക്ക് പോകുന്നു, എന്ത് ചെയ്യും, ദിവസവും എന്ത് ചെയ്യണം. 2ാമത്തെ കാര്യം, നിങ്ങൾ ഡെയിലി എടുക്കേണ്ട നിങ്ങളുടെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സ്റ്റെപ്പുകൾ നിങ്ങൾക്കറിയണം. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമേ, അതായത് പുതിയ കോൺസെപ്റ്റുകൾ പഠിക്കണം, പുതിയ കോണ്ടാക്ട്സുകൾ ഉണ്ടാക്കണം, പുതിയ ഫോളോ അപ്പുകൾ നടത്തണം, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ട്രാക്കിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് നിങ്ങൾ മനസ്സിലാക്കിയ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞതിന് രത്ന ചുരുക്കം. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇത്രയും സമയം പങ്കെടുത്ത നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടി വെക്കാം. നിങ്ങളുടെ വർക്ക്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യനെയർ മാത്രം ഞാൻ ലാസ്റ്റ് സെഷനിൽ തരാം. നിങ്ങളിപ്പോൾ 2 മാത്രമേ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്തുള്ളൂ. നിങ്ങൾ ആ മേഖലയിൽ നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ ഇല്ലയോ എന്ന് ആലോചിക്കുന്ന ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഇപ്പൊ തരാം. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിൽ ആ മേഖലയിൽ നിങ്ങൾ സൂട്ടബിൾ ആണോ എന്ന് ഇരിക്കുന്ന 2 മേഖലയിലെ ആൾക്കാരെ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. ബാക്കി ഞാൻ പറയാം. അപ്പോൾ നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾക്ക് നടന്നെടുക്കാൻ സാധിക്കുമെന്നും, അത് പൂർണ്ണമായും നിങ്ങൾക്കത് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ ക്ലാസ്സിൽ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരും, നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചുകൊണ്ട് നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ കഴിഞ്ഞുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ ലളിതമായി ഓരോ ആളും ഹാൻഡ് റൈസ് ചെയ്തിട്ട് വേണം ചോദിക്കാൻ. ഞാൻ കോമൺ അൺമ്യൂട്ട് ചെയ്യില്ല. താങ്ക് യു പറഞ്ഞു പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്ര സമയം എന്ത് മനസ്സിലാക്കി എന്നുള്ളത് ഇത് വളരെ റിലവന്റ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്കൊരു മെന്റർഷിപ്പ് പ്രോഗ്രാം പോലെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രോഗ്രാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മന്ത്ലി ഒരു ചെറിയ ഫീസ് വെച്ചുകൊണ്ട്, നിങ്ങൾ തീരുമാനിക്കുന്ന ഫീസാണ്, വെച്ചുകൊണ്ട് നമുക്ക് അത് ഫർദർ ഡിസ്കസ് ചെയ്യാം എന്തായാലും. അപ്പോൾ ജസ്റ്റ് ഐ എം ഗിവിംഗ് ഫോർ എ ഓപ്പൺ ഡിസ്കഷൻ ടു ഓൾ. അൺമ്യൂട്ട് ചെയ്യേണ്ടവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. ഹാൻഡ് റൈസ് ചെയ്തവർക്ക് മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ. കിട്ടിയ ചാൻസ് നിങ്ങളുടെ ബിസിനസിനെ പറ്റി എന്തെങ്കിലും ചോദിക്കാണ്ടെന്ന് ചോദിച്ച് പോകാന്നുള്ള. ഓക്കെ ദെൻ ഓവർ ടു യു. ഓക്കെ, ചോദിച്ചോളൂ ലതാംബിക. അൺമ്യൂട്ട്. സാർ, ഞാൻ ചെയ്യുന്നത് ഒരു ഓൺലൈൻ്റെ ഈ ബയോട്ടോറിയം മാഗ്നറ്റിക് മാട്രസ് പാഡിന്റെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ചൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ചോദ്യം പറയും, കൃത്യമായി ചോദ്യത്തിലേക്ക് വരും കേട്ടോ. ഞാൻ അതൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ അതിനകത്ത് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് എനിക്കൊന്നും കൂടെ ഒന്ന്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത് പറഞ്ഞേ? ഓൺലൈനില് ഉള്ള ഒരു ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു മാട്രസ് പാഡ്. നിങ്ങളുടെ ചോദ്യത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിച്ചിട്ട് അതിനെ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുമെന്ന് നമുക്ക് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ഓരോ ആളുടെയും സിസ്റ്റം എടുത്ത് പഠിച്ചിട്ട് അതിന് ഉത്തരം പറയാൻ പറ്റുള്ളൂ. കാരണം
ഞാൻ ആ പ്രൊഡക്റ്റിലേക്ക് മനസ്സിലാക്കി വരാൻ തന്നെ മിനിമം ഒരു 3-4 മണിക്കൂർ എടുക്കും. നിങ്ങൾ ചെയ്യുന്ന മെത്തേഡ്, നിങ്ങളുടെ മെത്തേഡ്, ആ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞിട്ട് മാത്രമല്ലേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക്, ഞാൻ പറഞ്ഞത് ഇതാണ്, ഇങ്ങനെയുള്ള നമുക്ക് ഓരോ ആളുടെയും മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ വരുമ്പോൾ ഓരോ ആളുടെയും പ്രൊഡക്റ്റിനെ ജനറലൈസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ എങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താം എന്ന് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം. അതേ അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഗാർഡനിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് അതിൽ ഓരോന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാം, റെഡിയാക്കി എടുക്കാം. അടുത്ത ആള്. ശരി സാർ, താങ്ക് യു. ഞാൻ പറഞ്ഞു ഹാൻഡ് റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണ്ട. ഓപ്പൺ അൺമ്യൂട്ട് തട്ടില്ല. ഹാൻഡ് റൈസ് ചെയ്തവർക്ക് മാത്രമേ അൺമ്യൂട്ടിന്റെ ഓപ്ഷൻ തരുള്ളൂ. ഗിരിജ പറഞ്ഞു. സാർ, എനിക്കൊരു സെയിൽസ് ടീമിനെ ക്രിയേറ്റ് ചെയ്യണം. അതിനെങ്ങനെയാണ് ചെയ്യണം? അതൊരു തെറ്റായ കോൺസെപ്റ്റ് ആണ് ഗിരിജ. ആദ്യത്തെ നിങ്ങൾക്ക് ഒരു സെയിൽസ് ടീമിനെ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നിങ്ങളെ സംബന്ധിച്ച് ഒരു കസ്റ്റമറെ ആണോ ക്രിയേറ്റ് ചെയ്യേണ്ടത്? കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യണം. ഇത്ര കാലം എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കുന്ന ആൾക്കാരെയാണ്, നിങ്ങൾ വിൽക്കാൻ പറ്റിയ ആൾക്കാരെയാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് അത് കസ്റ്റമറാണ്. അവരാർക്ക് കൊടുക്കുന്നു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. നിങ്ങൾ അതുപടിയല്ല, നിങ്ങൾ ശരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത് അസോസിയേറ്റ്സിനെ അല്ലേ? ഇതെല്ലാം മൂന്ന് കോൺസെപ്റ്റാ, 3 കോൺസെപ്റ്റുകളാണ്. അതിന്റെ ഇതേ മെത്തേഡ് തന്നെ ഫോളോ അപ്പ് ചെയ്യേണ്ട ഒരേ മെത്തേഡ് തന്നെയാണ്. കസ്റ്റമറെ കാണുന്ന പോലെ അതേ മെത്തേഡ് അവരിൽ എത്തിയിട്ട്, അവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ മോട്ടിവേഷൻ ആണ് അവിടെ വർക്ക് ചെയ്യുന്ന കോൺസെപ്റ്റ്. ഗിരിജ ചേച്ചി പറഞ്ഞു എനിക്കത് എന്തായാലും നടത്തിയേ പറ്റൂ, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തുമെന്ന് ഉള്ള ഗിരിജ ചേച്ചിയോടുള്ള ഇമോഷണൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രം വർക്ക് ചെയ്യും. അവിടെ കണ്ടെത്താം എന്ന് വെച്ചാൽ അവിടെ വിഷയം എന്താണെന്നറിയോ? നിങ്ങൾ അസോസിയേറ്റ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ തെറ്റാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കരയുന്ന ഒരാളുടെ, അല്ലെങ്കിൽ കാശിന് വേണ്ടി അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ജോലിക്ക് വേണ്ടി അന്വേഷിച്ചെടുക്കുന്ന ഒരാളെ ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടല്ലേ? അപ്പൊ നിങ്ങൾ ജോലി വേണ്ട ഒരാളെല്ലാം അന്വേഷിച്ചു പോകുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും പിടിച്ചിട്ട് അസോസിയേറ്റ്സ് ആക്കാൻ ശ്രമിക്കുന്നത്, അത് വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് അസോസിയേറ്റ്സ് ആക്കേണ്ട ആൾക്കാരുടെ ക്വാളിഫിക്കേഷന്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി നിങ്ങളിലുണ്ടോ? നിങ്ങളുടെ അസോസിയേറ്റ്സ് അസോസിയേറ്റ്സ് ആവേണ്ടതിന്റെ മിനിമം യോഗ്യത, അയാൾ ഏത് തരത്തിലുള്ള യോഗ്യതയുള്ള ആളാണെന്നുള്ള വല്ല എഴുതി വെച്ച തയ്യാറാക്കിയ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും നിങ്ങളിലുണ്ടോ? ഇല്ലല്ലോ. കുഞ്ഞിരാമനും ആവാം, രാമനും ആവാം, കൃഷ്ണനും ആവാം, വർഗീസിനും ആവാം, കോദണ്ഡപാണിക്കും ആവാം, അല്ലേ? ഇത് നടക്കൂല. അങ്ങനെ ആളെ എത്തുന്നത് കൊണ്ടാണ് നിങ്ങൾ, അപ്പൊ അതിൻ്റെ അടുത്ത് നിങ്ങൾ ഇത് വിശാലമായി വലയെറിയുകയാണ്, ഇതിൽ എന്തെങ്കിലും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങളുടെ വർക്ക് ഭയങ്കര ഹെവി ആയിരിക്കും. എന്നിട്ട് അതിനെന്ത് എന്താ പറയാ, ഈ പരമീനെ പിടിക്കാൻ പോകുന്ന അവസ്ഥയാ. അതിനകത്ത് പിന്നെ തിരിഞ്ഞു പിടിച്ചെടുക്കണം, ഇതിന് ഏതിനാ എടുക്കേണ്ടതെന്ന്. വർക്ക് ചെയ്യില്ല. ശരിയാക്കി എടുക്കാം, അത് പഠിപ്പിക്കാം. നിങ്ങൾക്ക് അതിനൊക്കെ സിസ്റ്റം ഉണ്ടാക്കണം. ആരൊക്കെ ആയിരിക്കണം? നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യതയുള്ള ആൾക്കാർ ഏത് മേഖലയിലുള്ള ആൾക്കാരാണ്, ആ കസ്റ്റമർ എവിടെയൊക്കെ നിങ്ങൾ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. അല്ലെങ്കിൽ പറ്റില്ല. ഇത് ഇരുന്ന് പഠിക്കണം, നമ്മൾ ശരിക്കും പഠിക്കണം. അതിന് മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് വെക്കാം. ഇതിനകത്ത് നമ്മൾ മെത്തേഡ്, അതിനെല്ലാം ഒരു മെത്തേഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി, ഗിരിജയ്ക്ക് വേണ്ടി ഒരു മെത്തേഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഗിരിജയുടെ ടീമിലെ മുഴുവൻ ആൾക്കാരും എങ്ങനെ പ്രവർത്തിക്കണം ഗിരിജയ്ക്ക് പഠിപ്പിക്കാൻ പറ്റും അവരെ. അപ്പൊ അവരെ അതിനനുസരിച്ച് വർക്ക് ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? എനി മോർ ക്വസ്റ്റ്യൻസ്? ഇല്ലല്ലോ അല്ലെ? ഇനി ആരും ഇല്ലല്ലോ. എനിക്ക് നിങ്ങൾ ഹാൻഡ് റൈസ്, അപ്പൊ അവിടെ ബട്ടൺ ഉണ്ട്, ഹാൻഡ് റൈസിന് റിയാക്ഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്താൽ കാണൂല. എനിക്കിവിടെ ആകെ കുറച്ച് പേരെ കണ്ടു. റിയാക്ഷൻ ഒക്കെ സിന്ധു അൺമ്യൂട്ട് ചെയ്തോ? സിന്ധു സത്യൻ അൺമ്യൂട്ട് ചെയ്തു. സിന്ധു സത്യൻ.
സാറേ എനിക്ക് സാറിൻ്റെ അടുത്ത് ലാസ്റ്റ് ഒരു ചെറിയ കാര്യം പേഴ്സണലി സംസാരിക്കാനാണ്. അപ്പൊ എല്ലാവരും സംസാരിച്ച് തീരുമ്പോൾ ഒരു സമയം കൊച്ചൊരു കാര്യമാണ്. ഓക്കെ, ശരി. സിന്ധു, അടുത്ത സിന്ധു പറഞ്ഞു. അടുത്ത സിന്ധു. യെസ്. ഹലോ സർ. ഹലോ പറഞ്ഞോ. സാറേ, എനിക്ക് നമ്മുടെ ഈ കാറ്ററിങ്ങിന്റെ പ്ലേറ്റ് കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, പാത്രങ്ങള് ഫങ്ഷൻ നടക്കുമ്പോഴത്തേക്ക് അത് ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. പിന്നെ അത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ അതിന് അതിനെന്താ നമ്മള് എന്താണ് അതിന്റെ ബാക്കി പറ. അതിന് നമ്മളിപ്പം ഈ കാറ്ററിംഗുകാരെയോ അല്ലെങ്കിൽ എന്താ പാചകം അങ്ങനെയുള്ളവരെ കോണ്ടാക്ട് ചെയ്താൽ മാത്രം മതിയാകൂ അതിനുള്ള സംശയം നിവർത്തി തരിക? ആരാ നിങ്ങളുടെ കസ്റ്റമേഴ്സ്? യെസ്, സുജി, ഐ സോ ദാറ്റ്. ആരാ നിങ്ങളുടെ കസ്റ്റമേഴ്സ്? പാചകം ചെയ്യുന്നവർ കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. വേറെ പബ്ലിക്കിൽ എവിടെയെങ്കിലും കൊണ്ട് സാധനം കൊടുത്തിട്ട് കാര്യമുണ്ടോ? അപ്പൊ അവർ തന്നെ അവരുടെ കോണ്ടാക്ട്സ് തപ്പി പിടിച്ച് അവരുമായിട്ട് ബന്ധം സ്ഥാപിച്ച് അവരോട് ഒരു ചെമ്പ് കമ്പി പാര എല്ലാ സാധനം എടുത്തിട്ടുണ്ട് വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ നെറ്റ്വർക്ക് ഉണ്ട്. അത് ലിമിറ്റഡ് ആണ്. സാധനം ലിമിറ്റഡ്, റെന്റിന് പോകുന്നില്ല. ഡിന്നർ സെറ്റുകൾ അല്ലെ, അങ്ങനത്തെ പറഞ്ഞ ഡിന്നർ സെറ്റ് പാത്രം മാത്രം കൊടുക്കുന്നു, ഡിന്നർ സെറ്റുകളില്ല. കഴിഞ്ഞ പ്രാവശ്യം ന്യൂസിൽ എവിടെ ഒരു കാര്യം പറഞ്ഞു, പാത്രം മേടിക്കാൻ പോയിട്ട് ചെമ്പ് വാടകയ്ക്ക് എടുത്തിട്ട് വിറ്റിട്ട് പോയൊരു കഥ കേട്ടിരുന്നു അല്ലെ? അങ്ങനെ ഒരു പേപ്പർ ന്യൂസ് ഉണ്ടായിരുന്നു. ഒരു കള്ളം പോയിട്ട് ചെമ്പ് വാടകയ്ക്ക് എടുത്തിട്ട് വേറെ എവിടെയും കൊണ്ട് വിറ്റിട്ട് കാശ് മേടിച്ച് പോയിന്ന് ഞാൻ പേപ്പറിൽ ഇവിടെ വായിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അല്ല, ഞാൻ അതല്ല പറഞ്ഞു. ഇതൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള, ഇതൊക്കെ ലോക്കൽ ബിസിനസ് ആട്ടോ. നിങ്ങൾക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. ആ ലോക്കൽ ഏരിയയിൽ മാത്രം നടക്കുന്ന ബിസിനസ്. ലോക്കൽ ബിസിനസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പോയിന്റ് ഉണ്ട് ലോക്കൽ ബിസിനസ് എന്നുള്ള. ആ ലോക്കൽ ബിസിനസ് ലോക്കാലിറ്റിയുള്ള ആൾക്കാരുടെ നമ്പറുകൾ വിളിക്കുക. ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ അവരോട് പറയാം. നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ഒരാൾക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കുറെ ലിമിറ്റേഷൻ ഉള്ള ഒരു പരിപാടിയാണ്. അതിൽ വലിയൊരു പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് റെന്റ് മാത്രം എടുത്തു പോകുന്ന ഒരു ബിസിനസ് ആണ്. ഓക്കെ ഓക്കെ, അത് നോക്കാം. അതൊക്കെ വലിയ കൂടുതൽ പഠിക്കാനുള്ള സാധനമൊന്നും അല്ല. അത് ജസ്റ്റ് ആ ആൾക്കാരുടെ കോൺടാക്ട് നമ്പർ കീപ്പ് ചെയ്ത് വെക്കുക. അന്നവരോട് വിളിച്ചു പറയാം എൻ്റെ അടുത്ത് ഇന്ന സാധനമുണ്ട്. അപ്പൊ അവർ വിളിക്കും. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുക. അപ്പൊ ഫംഗ്ഷൻ ഒക്കെ നടക്കുന്ന സമയത്ത്, കല്യാണം മറ്റുള്ള നടക്കും, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പത്രം കൊണ്ടുപോയിക്കോളൂ. ഇടയ്ക്കിടയ്ക്ക് അവരൊന്ന് റിമൈൻഡ് ചെയ്യുക. അത്രേ അതിനകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ വാസ്റ്റായിട്ട് ബിസിനസ് അല്ലാതെ. അടുത്തത് സുജി. അൺമ്യൂട്ട് ചെയ്തോ. സുജി, ഒരു കാര്യം നേരത്തെ കമന്റ് ചെയ്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം തോന്നി. ഞാൻ ചോദിച്ചത് ബിസിനസ് അൺമ്യൂട്ട് ചെയ്തോ, വെദർ യുവർ ബിസിനസ് ഇൻ യുവർ കൺട്രോൾ ഓർ യുവർ ബിസിനസ് ഇൻ യു ആർ ഇൻ ബിസിനസ് കൺട്രോൾ എന്നാണ് ചോദിച്ചത്. പക്ഷെ സുജി എന്നെ പറഞ്ഞത് ഒരു ബിസിനസ് ഞാൻ എന്റെ കൺട്രോളും മറ്റൊരു ബിസിനസ് എന്റെ കൺട്രോളും. ഇത് രണ്ടും തികച്ചും രണ്ട് കോൺസെപ്റ്റ് ആണ്. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളുടെ ബിസിനസ് കൊണ്ട് ടെൻസ്ഡ് ആണോ എന്നുള്ളതാണ് ചോദ്യം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് ഹാപ്പിയിലാണോ എന്നാണ് ചോദ്യം. ഇത് രണ്ടും വ്യത്യാസമാണ്. സുജി ആൻസർ ചെയ്തതിൽ വ്യത്യാസമുണ്ട്. ഓക്കെ, എനിവേ യു ആസ്ക് ദ ക്വസ്റ്റ്യൻ നൗ. എനിക്കറിയേണ്ടത്, ഇപ്പൊ ഞാൻ ബ്യൂട്ടി സലൂണാണ് നടത്തുന്നത്. ഒന്ന് ബഹറിലും ഒന്ന് നാട്ടിലും. പിന്നെ ഒരെണ്ണം കൂടി ഇപ്പൊ ഓപ്പൺ ആകാൻ പോകുന്ന നാട്ടില്. അപ്പോഴ് എനിക്കറിയേണ്ടത്, നമ്മൾ ക്ലയൻസ് സർവീസ് എടുത്ത് പോയിട്ട് എത്ര ദിവസം ആകുമ്പോഴാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് ഉത്തരം എന്നോട് തന്നെ ചോദിക്കണമായിരുന്നു. അത് അല്ല, ഞാൻ സെയിം ടൈമിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഓക്കെ ആണോ? അല്ല, അങ്ങനെയല്ല. ഈ ചോദ്യത്തിന് ഉത്തരം പറയണേ ഞാൻ ഭയങ്കരമായിട്ട് കുടുങ്ങിപ്പോകും. കാരണം ഞാൻ പൊതുവേ ഈ ബ്യൂട്ടി പാർലറിൽ എന്താണ് എങ്ങനെയാണെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തതാണ്. എനിക്ക് ആകെ അറിയുന്നത് ബ്യൂട്ടി പാർലറിന്റെ ഒരു ബേസിലല്ല, ഒരു ബിസിനസിന്റെ ആ ഒരു ഇതില് എത്ര ദിവസം ഫോളോ അപ്പ് ചെയ്യേണ്ടത്? ഓക്കെ, അത് പഠിപ്പിച്ചു തരാം കേട്ടോ. ഈ സാധനം നമ്മുടെ മറ്റ് ഇതിൽ കൃത്യമായി വരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ക്ലയന്റിനെ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, അതിന് ഓട്ടോമേറ്റഡ് സിസ്റ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. ഓട്ടോമേറ്റഡ് സിസ്റ്റം ഉണ്ടാക്കി തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓട്ടോമേറ്റഡ് സിസ്റ്റം അല്ലാതെ ഇത് വർക്ക് ചെയ്യത്തില്ല കേട്ടോ. നിങ്ങൾ ആരും വിചാരിക്കരുത് കസ്റ്റമർ ഫോളോ അപ്പ് ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ അല്ലാതെ വർക്ക് ചെയ്യിപ്പിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അതായത് 10 കസ്റ്റമർ ഉണ്ടെങ്കിൽ വിഷയമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു 1000 കസ്റ്റമർ ഉണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റം ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് റിമൈൻഡർ ഇടാൻ പറ്റില്ല.
ഓക്കെ. ഇതിന് വളരെ ലളിതമായ സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ചിലപ്പോൾ ഒരു 5000 രൂപ 6000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് വാട്സപ്പ് മെസ്സേജ് അയക്കുന്ന സോഫ്റ്റ്വെയറുകൾ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ കാണിച്ചു തരാം. ഓക്കെ സാർ, താങ്ക് യു. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 3 ഇപ്പോൾ പറഞ്ഞില്ലേ, ബഹ്റിനിലുണ്ട്, നാട്ടിലുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒറ്റ പോയിന്റിൽ വെച്ച് കൺട്രോളും ചെയ്യാം കേട്ടോ. ഇത് വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ നാട്ടിലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിലൊക്കെ ഒരാളെ വർക്ക് ഏൽപ്പിക്കുകയായിരിക്കും ചെയ്യുന്നത്. അതെ, സ്റ്റാഫിനെ പക്ഷെ ഏൽപ്പിക്കും. ഇത് എത്രത്തോളം നമ്മളിലേക്ക് അത് വരുന്നു എന്നുള്ളത് നമുക്കൊരു കൺട്രോൾ ഇല്ലാത്ത സാധനമാണ് അവർ പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇതേപോലെ സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3ഉം ഒരേ യൂണിറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. 3നെയും കസ്റ്റമർ ബുക്ക് ചെയ്യുന്ന സമയം മുതൽ കളക്ഷൻ വരെ ഒറ്റ പോയിന്റിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ ഓക്കെ. വളരെ വളരെ ലളിതമായ സോഫ്റ്റ്വെയറുകൾ അതിനകത്ത് ഉപയോഗിക്കുക. സോഫ്റ്റ്വെയർ ഒരു ബിസിനസിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ് സോഫ്റ്റ്വെയർ. ചെറിയ സ്ഥാപനമാണെങ്കിലും വലിയ സ്ഥാപനമായ നിങ്ങളുടെ ഒരു സിസ്റ്റം അവിടെ വെക്കുക തന്നെ വേണം. അത് ഒരിക്കലും ഒരു കോസ്റ്റ് ആയിട്ട് കണക്കൂട്ടില്ല. ഒരു കമ്പ്യൂട്ടർ, ഒരു സിസ്റ്റം, ഇപ്പൊ കമ്പ്യൂട്ടർ വേണ്ട, മൊബൈൽ മാത്രം മതി, അതായിട്ട് വെക്കണം. സോ ജസ്റ്റ് ജോയിൻ വിത്ത് മീ ഇൻ ദ നെക്സ്റ്റ് വെൻ സ്റ്റാർട്ടിങ് ദ നെക്സ്റ്റ് നമ്മുടെ ഇത് സെഷനിൽ ബാക്കി അവിടെ ഓരോന്നും പറഞ്ഞു പോകും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് സുധാകുമാരി അമ്മ. യെസ്, അൺമ്യൂട്ട്. ഇല്ലേ, അവിടെ ഇല്ലേ? അതിനെ പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ക്ലാസ് ഒക്കെ ചെയ്തിരുന്നു. അതിന് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് പറ്റാത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി. അതുപറ്റിയാണ് നേരത്തെ പറഞ്ഞത്. നമുക്ക് പോസ്റ്ററുകൾ ഉണ്ടാക്കണം എന്നുള്ളത് ഒരു വിഷയം തന്നെയാണ്. അത് പഠിച്ചെടുക്കൽ അത്ര ഈസി ആയ മെത്തേഡ് അല്ല. സോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ഞാനതിന് ഒരു ഈസി ആയിട്ട് ഒരു മെത്തേഡ് പറഞ്ഞുതരാം. നിങ്ങൾ പുറത്ത് ആരെങ്കിലുമൊക്കെ ആണ് പോകുന്നതെങ്കിൽ ബൾക്കായിട്ട് ചെയ്യാൻ പറഞ്ഞ ഒരു 10ഓ 20ഓ പോസ്റ്ററുകൾ ഒന്നിച്ച് ചെയ്തു വെച്ചിട്ട് ആ പോസ്റ്ററിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പഠിച്ചു വെക്കുക. വാക്കുകൾ മാത്രം എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് വെച്ചിട്ട് കസ്റ്റംസ് ഡിസൈൻ ആയിട്ടുള്ള പോസ്റ്റർ കിട്ടും. അതുപോലെ ക്യാൻവ പോലുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം ചെയ്യാം. ക്യാൻവയിൽ ഓൾറെഡി കസ്റ്റമൈസ് ചെയ്ത് വെക്കും. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ മതി. അതിന്റെ വാക്കുകളും കുറച്ച് ഓഫറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അങ്ങനെ കുറെ ഷോർട്ട് കട്ടുകൾ കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ചെയ്യാനായിട്ട് 2000 എത്ര 500-600 രൂപയൊക്കെ കൊടുക്കണ്ടേ? ക്യാൻവയിൽ നോക്കി അത് അങ്ങോട്ട് സ്യൂട്ട് ആയില്ല, മനസ്സിലായില്ല. വേറെ ഓപ്ഷൻസ് ഇല്ല. വേറെ ഓപ്ഷൻ 2 ഓപ്ഷൻസേ ഉള്ളൂ. ഒന്നിക്കൽ സ്വയം പഠിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുക. വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പൊ എനിക്കൊക്കെ അങ്ങനത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു. നാളെ പറ്റുമെങ്കിലും സോഷ്യൽ മീഡിയ ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കോസ്റ്റ്ലി ആണെന്നല്ലേ. ഇപ്പൊ ഒരാളെ ഇതിനു വേണ്ടി നിർത്തി കഴിഞ്ഞാൽ 10,000-30,000-40,000 രൂപ ശമ്പളം കൊടുക്കണ്ടേ? അല്ലെങ്കിൽ ഒന്നും ഒരു നല്ല ഡിസൈനർ ഒന്നും കിട്ടുന്നില്ല. അതൊരു ഫാക്ടർ തന്നെയാണ്. അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഈസി ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകൾ പഠിപ്പിച്ചു തരാം. പക്ഷെ ഡിസൈനിങ് ഒക്കെ അവരവരെ മനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ഡിസൈൻ നമ്മളുടെ തന്നെ പോസ്റ്റ് ഞാൻ ഒരു ദിവസം ഇതാക്കി നോക്കി. പക്ഷെ എഡിറ്റ് ചെയ്ത് വന്നപ്പോ അതാകെ അതൊക്കെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ. ഇത് നിരന്തരമായ പ്രവർത്തനം കൊടുത്തേ പറ്റും. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ. കൺസിസ്റ്റന്റ് ആയി ചെയ്താൽ പറ്റും. നെക്സ്റ്റ് അത് നമുക്ക് നോക്കാം. നമുക്ക് മറ്റേ ക്ലാസ്സിൽ കുറച്ചൊക്കെ പറഞ്ഞു തരാം ഈസി ആയിട്ട്. പിന്നെ അവരവർ ചെയ്തെടുക്കാനുണ്ട്. നെക്സ്റ്റ് ആരാളെ? എന്താ നേരത്തെ സംസാരിച്ചോ? രജനി ഹാൻഡ് റൈസ് ചെയ്തിട്ട് സംസാരിച്ചോ രജനി? സാറേ, ഞാന് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഓഫീസർ ആയിട്ടാണ്. പക്ഷെ എനിക്കിപ്പോ 3 വർഷമായി ഞാൻ അതിൽ ജോയിൻ ചെയ്തിട്ട്. ആദ്യം നമ്മുടെ കുടുംബക്കാരും വീട്ടുകാരും ഒക്കെ തന്നെയാണ് RDF ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ എനിക്ക് അതിലേക്ക് ഡൗൺ ആയി പോയി. തീരെ എനിക്ക് അതിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അതാ പറയാം, ഫീൽഡിലൊന്നും പോകുന്നില്ല. ഞങ്ങൾക്ക് നല്ല ക്ലാസ് ഒക്കെ എടുത്ത് തരുന്നുണ്ട്. പക്ഷെ രാവിലെയൊക്കെ തോന്നി ഏത് വഴിക്ക് പോകണം, അവര് ചേരുമോ, അവരെന്താ വിചാരിക്കുക. സാറ് മറ്റേ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഭയം, അവരെന്ത് പറയും, ഒരു നാണക്കേട്, അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നുന്നു. അടുത്തൊക്കെ ബിസിനസ്സുകാരൊക്കെ തന്നെയാണ്. പക്ഷെ പോയി ചോദിക്കാനുള്ളൊരു പോണ്ട, ഇനിയിപ്പോ വേണ്ട, അങ്ങനെ പറഞ്ഞിരിക്കാത്ത. ഓഫീസിൽ നിന്ന് അങ്ങനെ സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങനെ പറയും മീറ്റിങ്ങിൽ, നിങ്ങളെ ഏജന്റ് കട്ടായി പോവും, ഫ്രഷ് കിട്ടുന്നില്ല എന്ന് പറയും. പക്ഷെ ഫ്രഷിന് ഞാൻ ഇറങ്ങിയിട്ടില്ല, അതാണ് സത്യം. അതിന് ഇറങ്ങാൻ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിൽ വിജയിക്കണം. അതാണ് എനിക്ക് കുറച്ച് ടിപ്സുകൾ ഉണ്ടാക്കണം. അല്ലല്ല, ആൻസർ സിമ്പിൾ ആണ്. അത് വിജയിക്കാനല്ലേ ഇത്തരം ക്ലാസ്സുകൾ. ഇത്തരം ക്ലാസ്സുകൾ പങ്കെടുക്കുക, മോട്ടിവേറ്റ് ചെയ്യുക, ഇമോഷണൽ മോട്ടിവേഷൻ നടക്കുക.
നമ്മളുടെ ക്ലാസ് ഇപ്പൊ ഇനി വരാനിരിക്കുന്ന നമ്മളെ എന്താ പറയാ മെന്റർഷിപ്പ് ക്ലാസ്സുകൾ പങ്കെടുക്കുക, എന്നിട്ട് സ്വന്തം പ്രചോദനം ഉൾക്കൊള്ളുക, ഐ വിൽ ഡു ഇറ്റ് എന്ന് പറഞ്ഞങ്ങ് തെറിക്കുക, രാവിലെ തന്നെ എഴുന്നേറ്റ് റെഡിയായി പോവുക, 10 കസ്റ്റമറെ കണ്ടെത്തിയേ തീരുള്ളൂ, ഇല്ലെങ്കിൽ ദിനേശ് സാറിന് ഉത്തരം പറയണം എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അപ്പോഴേ പറ്റുള്ളൂ. വേറെ ഓപ്ഷൻസ് എന്താണ്? കാര്യം കൂടിയുണ്ട് സാറേ, ഇന്നൊരു ലോട്ടറി അടിച്ചു 200 രൂപയുടെ ലോട്ടറി അടിച്ചു. ഞാൻ പ്രസീത മാഡത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോ ഇത് ഈ പറഞ്ഞ കാര്യത്തിനകത്ത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ആ വിളിക്കാനുള്ള പ്രചോദനമില്ല, എനർജി ഇല്ല. ഇതിനാണ് നമ്മുടെ കാലിക്കറ്റ് പ്രോഗ്രാമിൽ ആ സ്റ്റോണിനെ പറ്റി പറഞ്ഞ ആ സ്റ്റോൺ ഉപയോഗിക്കുന്നവർക്ക് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇത്തരം മോട്ടിവേഷനെ സംബന്ധിച്ച്. അതുകൊണ്ട് അതും കൂടി നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുക. കാലിക്കറ്റ് വന്ന് ആ സ്റ്റോൺ വാങ്ങിക്കുക. ഈ ബിസിനസ്സും കൂടി അതിന്റെ ഭാഗമായിട്ട് മാറ്റണം. എന്നിട്ട് ബിസിനസ് ചെയ്യേണ്ടവർക്ക് അതും കൂടി അവിടെ വന്ന് സ്റ്റോൺ വാങ്ങിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധിക്കാനുള്ളത്. കോഴിക്കോട് തന്നെയാണ് ഞാൻ വരും. ഓക്കെ, ഷബീന അലി പറഞ്ഞോ പെട്ടെന്ന്. സാറേ, ഞാൻ ഒരുപാട് നാള് ഞാൻ ബിസിനസ് കുറെ നാളായിട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരു 3 വർഷം മുമ്പ് ചെന്നൊരു കസ്റ്റമറെ കണ്ടിരുന്നു. പുള്ളി ഹോൾസെയിലാണ് നടത്തുന്നത്. അപ്പോൾ അവരെ കണ്ട് റേറ്റും ഒക്കെ സംസാരിച്ചിരുന്നു. അപ്പോഴ് അന്ന് എൻ്റെ അടുത്ത് എടുക്കാൻ പിന്നീട് നോക്കാന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ അതാ പറയുന്നത്. അപ്പോൾ ഒരു 4-5 തവണ ഞാൻ വിളിച്ചിട്ട് പിന്നെ എടുക്കാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്നലെ സാറ് പറഞ്ഞിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് കുറേ പേര് വിളിച്ച് അവരൊക്കെ ഇപ്പോഴും എൻ്റെ എടുത്തോണ്ടിരിക്കുന്നവരാ. പക്ഷേ ഈ ആള് എന്നെ ഇന്നലെ വിളിച്ചിട്ട് പെട്ടെന്ന് അതിനെ ആയിട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എനിക്ക് തിരിച്ചിട്ടേച്ച് അതിന്റെ റേറ്റ് എന്തുവാന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അതിന് മറുപടിയും പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോയി. സാറിപ്പോൾ അത് പറഞ്ഞിരുന്നു, ചിലര് റേറ്റ് ചോദിക്കും വെച്ചിട്ട് പോകുന്നു. പക്ഷെ ഈ ക്ലാസ് സാറ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ പറഞ്ഞ അപ്രോച്ച് ശരിയായില്ലായിരിക്കും അല്ലേ? അപ്രോച്ച് ശരിയായില്ലയോ എന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ അതിനെ കണ്ട അപ്രോച്ച് തെറ്റിപ്പോയി. നിങ്ങളിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. ആ കസ്റ്റമർ എന്താണെന്നറിയോ, ഇതൊക്കെ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളാണ്. ഇതൊക്കെ ഫ്യൂച്ചറിൽ പഠിപ്പിക്കും. നിങ്ങളുടെ മെന്റലി ഒരു കസ്റ്റമറെ വിലയിരുത്തുന്നതും അണ്ടർസ്റ്റാൻഡിങ് യുവർ കസ്റ്റമർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കസ്റ്റമറെ നമ്മൾ മുൻവിധികളില്ലാതെ എങ്ങനെ ആ കസ്റ്റമറെ നമ്മുടെ കയ്യിൽ നിർത്താൻ പറ്റുമെന്നുള്ളത് വളരെ പ്രാധാന്യത്തോട് പഠിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് വരും ക്ലാസ്സുകളിൽ പെട്ടെന്ന് എന്നോട് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനും ഒരു അത് അങ്ങനെ ഒരു കസ്റ്റമർ അത്രയും വലിയൊരു ആളാണ്. നല്ലതാണ്. ഇതിനും നമ്മളിലുള്ള ഒരു പ്രതിവിധിയാണ് പ്രാണ സ്റ്റോൺ എടുത്തിട്ട് നിങ്ങൾ കസ്റ്റമറോട് സംസാരിക്കുന്ന സമയത്തോ കസ്റ്റമറുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങളാണ് ഇന്റൻഷൻ, ഇന്ന കാര്യമാണ് ഈ കസ്റ്റമറിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത്, ഈ കസ്റ്റമർ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ അടുത്ത് ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പറ്റി സംസാരിക്കേണ്ടത് എന്നുള്ള ഇന്റൻഷൻ സെറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രാണ സ്റ്റോൺ കയ്യിലോ ബാഗിലോ വെച്ച് പോയി കഴിഞ്ഞാൽ ആ കസ്റ്റമർ ഇതിനനുസൃതമായി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്നത് കാണാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ പ്രാവശ്യം കൊച്ചി പ്രോഗ്രാമിൽ വന്നിട്ട് സ്റ്റോൺ മേടിച്ച് പോയ ഒരാള് ഇന്ന് എന്നോട് മീറ്റിംഗ് വന്ന് പറഞ്ഞു, സാറേ അതിനുശേഷം 5 കസ്റ്റമറെ പോയി ഞാൻ കണ്ടു. ആ 5 കസ്റ്റമറിൽ 4 കസ്റ്റമർ അടുത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഈ കസ്റ്റമർ എൻ്റെ അടുത്ത് സാധനം വാങ്ങിക്കണം, ഇപ്പോഴെനിക്ക് പൈസ തരണം എന്ന് വിചാരിച്ചിട്ട് സ്റ്റോണ് കൈ പിടിച്ചിട്ട് ഞാൻ പോയപ്പോൾ 4 കസ്റ്റമറും ഞാൻ വിചാരിച്ച പോലെ ഓൺ ദ സ്പോട്ട് പൈസ തന്നിട്ട് എൻ്റെ സാധനം മേടിച്ചു. 5ാമത്തെ കസ്റ്റമർ അടുത്ത് പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ സാധനം ഒന്നും വാങ്ങിക്കില്ലെന്ന് വിചാരിച്ചു. അയാളുടെ സാധനം എൻ്റെ അടുത്ത് വാങ്ങിച്ചില്ല സാറേ. അത്രയും പവർഫുൾ ആണ്. ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് പോസിബിൾ ആയിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുന്നത് മാറരുത്, അത് വേണം. നെക്സ്റ്റ് ഞാൻ നിർത്താൻ പോവാണ്, വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. സന്ധ്യയാണ് സംസാരിച്ചത്. സന്ധ്യ ഒന്നുകൂടി പറഞ്ഞോ. സന്ധ്യ ഓപ്പൺ ആക്കിയോ. സാറേ, ഞാൻ HDFC ലൈഫിൽ വർക്ക് ചെയ്യണത് നമ്മളെ ദുബായ് കോൺട്രാക്ട് ഓർമ്മയുണ്ടോ സാറിന്? ഏതാണ്? പാസ്പോർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. HDFC ലൈഫില് ദുബായ് കോൺട്രാക്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ സാറിന്റെ അടുത്തന്ന്? അപ്പൊ അതിന്റെ ഞങ്ങൾക്ക് ഒരു പുതിയ പ്ലാൻ വന്നിട്ടുണ്ട്, പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പോസ്റ്റർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് എന്റെ മൊബൈൽ നമ്പറൊക്കെ വെച്ചിട്ട് ഞാൻ അത് ഈ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തോട്ടെ? അതിപ്പോ എനിക്ക് ഒറ്റയടിക്ക് പെർമിഷൻ തരാം. ഏത് ബിസിനസ് ഗ്രൂപ്പിൽ? നിങ്ങളോട് ഞാൻ പറഞ്ഞു യൂട്യൂബിലെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അത് ഇടാമല്ലോ. ഇട്ടോളൂ. ഞാൻ ഇതിനകത്തല്ലേ. ഓക്കെ, നിങ്ങൾ ബിസിനസ് ഗ്രൂപ്പിൽ ഇട്ടോളൂ, നോ പ്രോബ്ലം. ഞാൻ പറയാം, നിങ്ങൾ അയച്ചു തന്നാൽ മതി, ഞാൻ ഇട്ടുതരാം. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ 2 ദിവസം ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ മെന്റർഷിപ്പിൽ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തവർക്ക് മാത്രമേ ഈ പെർമിഷൻ കൊടുക്കുള്ളൂ കേട്ടോ.
ഓക്കെ. മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കേ ഉള്ളൂ. കോമൺ ആയിട്ട് വർക്ക് ചെയ്ത് ഞാൻ ആയിരക്കണക്കിന് ആൾക്കാർ ഇടാൻ തുടങ്ങിയ പിന്നെ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ നമുക്കൊരു പ്രിയോറിറ്റി കൊടുക്കൂല്ലേ ആൾക്കാർ? നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് നമ്മുടെ ലെവലിൽ ബിസിനസിന് പാർട്ട്ണർഷിപ്പ് അസോസിയേറ്റ് ചെയ്തവർക്കല്ലേ പെർമിഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കേട്ടോ? ഓക്കെ, ശരി. നെക്സ്റ്റ് സരസ്വതി, പെട്ടെന്ന് പറഞ്ഞു. പിന്നെ പുതിയ ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ടാണ്, ഇത് തുടങ്ങിയിട്ടില്ല. അപ്പോ പച്ചക്കറിയോ അല്ലെങ്കിൽ അങ്ങനെ പച്ചക്കറി എന്താണ് കൃഷിയോ അല്ലെങ്കിൽ ബിസിനസ്, പുതിയ ബിസിനസ് തുടങ്ങാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങള് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ വരുന്നുണ്ടല്ലോ. ഞാനത് കൂടുതൽ അങ്ങനെ അതിനെപ്പറ്റി പഠിച്ച് ധൈര്യം കിട്ടില്ല ഒന്നും ചെയ്യാനൊരു ധൈര്യം ചെയ്യണമെന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ധൈര്യമാണ് ഇല്ലാത്തതെങ്കിൽ അതാണ് ഞാനിവിടെ കൊടുക്കുന്ന സാധനം. എൻ്റെ കയ്യിലുള്ളത് ഒറ്റ സാധനമാണ്. അപ്പൊ അത് ഇല്ലാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, അത് ഇവിടുന്ന് തരാം. ബാക്കി കാശും ബിസിനസ് ചെയ്യാനുള്ള ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കണം. യൂട്യൂബ് തുടങ്ങി, അതൊക്കെ അങ്ങനെ പോയി. ഒന്നും ചെയ്യാനൊരു ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്താൽ തോന്നിക്കില്ല, അത് സാധിക്കണില്ല. അങ്ങനെ ഒരു ഇതാണ്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ നമ്മുടെ മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യൂ. എന്നിട്ട് നമുക്ക് ഓരോ ദിവസം കൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അപ്പൊ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അതുപോലുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനെയാണ് പ്രോഗ്രാം. അല്ലത് ചെയ്യാൻ ആഗ്രഹം. ശരി, നല്ല നടക്കട്ടെ. അടുത്തത് ഉഷ സുരേന്ദ്രൻ പറഞ്ഞു. സാറ്, ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മള് കസ്റ്റമറെ കാണാൻ ചെല്ലുമ്പോ അവര് റിജക്ട് ചെയ്ത് നോ പറഞ്ഞ എന്ത് ചെയ്യും? നോ പറഞ്ഞാൽ എന്ത് ചെയ്യുന്നോ? മിക്കവാറും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ തന്നെ നമ്മുടെ മൈൻഡ് ഡൗൺ ആവും. എല്ലാ കസ്റ്റമർ യെസ് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? സന്തോഷാവും. എന്നാലും ഒന്ന് ആലോചിച്ചു, എല്ലാ കസ്റ്റമർ നിങ്ങളോട് യെസ് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെയല്ല, നമ്മളൊരു ദിവസം നല്ല സന്തോഷമായിരിക്കും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം പറയണമെങ്കിൽ നിങ്ങളിൽ ഉത്തരം വേണം. നിങ്ങളോട് നിങ്ങൾ വിളിച്ച കസ്റ്റമർ നോ പറഞ്ഞു, ഇതല്ലേ, എന്ത് ചെയ്യുമെന്നല്ലേ നിങ്ങളുടെ ചോദ്യം? ആ കേസിൽ നിങ്ങൾ തിരിച്ച് ആലോചിച്ച് നോക്കുക. എല്ലാ കസ്റ്റമറും നിങ്ങളോട് യെസ് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പോളിസി കൊടുക്കും. കൊടുക്കും. നിങ്ങളുടെ അവസ്ഥ എന്താണ്? എല്ലാ കസ്റ്റമറും നിങ്ങളോട് യെസ് പറഞ്ഞാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ശരിയല്ല, എന്താണ് നിങ്ങളുടെ അവസ്ഥ? എന്തായിരിക്കും? ഒന്നുമല്ല, അഹങ്കാരം മൂത്തിട്ട് പിന്നെ നിങ്ങളെ നിൽക്കാൻ കിട്ടില്ല, കിട്ടൂല. പിന്നെ പിന്നെ സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ കുഴി മടിച്ചായിരിക്കും. നിങ്ങൾ ഒരാളെയും വിളിക്കില്ല പിന്നെ, അല്ലേ? ആവശ്യം ഉണ്ടാകുമ്പോ എഴുന്നേറ്റിട്ട് പോയിട്ട് എന്നാ പിന്നെ ഒരു വിളി വിളിച്ച് കളയാം, പോര് എന്ന് പറഞ്ഞിട്ട് ഒരു വിളിയും വിളിച്ച് നിങ്ങൾ ഒപ്പിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ കസ്റ്റമർ യെസ് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ കൂടുതൽ കച്ചവടം ചെയ്ത് കളയുന്നു? അല്ല സാറേ, നമുക്കപ്പോ കൂടുതൽ ഇങ്ങനെ ഇത് കിട്ടുമ്പോ കൂടുതൽ വർക്ക് ചെയ്യാൻ തോന്നുമല്ലോ. തോന്നുവോ? ഇതിങ്ങനെ മനസ്സ് തോന്നുന്നു. അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പൊ തോന്നില്ല. അവന് ഒട്ടും വർക്ക് ചെയ്യില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ വീട്ടിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനും എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പോകാൻ തോന്നുമോ? വീട്ടിൽ വെറുതെ ഇരിക്കാൻ തോന്നുമോ? എനിക്ക് ജോലി ചെയ്യാൻ പോകാൻ തോന്നും. കാരണം വെറുതെ വീട്ടിലിരുന്നാ എന്റെ കാര്യം വെറുതെ ഇരുന്നത് ശരിയാവില്ല. ഒന്നുമല്ല, നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ കാശ് സ്വന്തമായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നോണ്ടാ. കാശ് വേണം, അതുകൊണ്ട് തന്നെയാണ്. വെറുതെ ഇരുന്നാ ശരിയാവില്ലല്ലോ സാറേ, നമ്മൾ തന്നെ ചീത്തയായി പോകും. ആ ചിന്ത വരുന്നത്. ഓക്കെ, അതല്ല ആൻസർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന സാധനം, നിങ്ങളെ കസ്റ്റമറെ അറിയുക എന്ന് പറയുന്നു. കസ്റ്റമർ റിജക്ഷൻ എന്ന് പറയുന്നതിന് ഞങ്ങൾ പറയുന്ന 5 റീസൺസ് ഉണ്ട്. കോമൺ ആയിട്ട് ഒരു കസ്റ്റമർ റിജക്ട് ചെയ്യാനായിട്ട് 5 റീസൺസ് ഉണ്ട്. നിങ്ങൾ ഒരു റീസണും ആലോചിക്കാതെയാണ് കസ്റ്റമർ റിജക്ട് ചെയ്തു എന്ന് പറയുന്നുള്ളത്. ഈ 5 റീസൺസിൽ കടന്നു പോകുമ്പോൾ ഇതിൽ ഒരു റീസൺ ആയിരിക്കും കസ്റ്റമർ റിജക്ട് ആവാനുള്ളത്. ആ റീസൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ കസ്റ്റമർ റിജക്ട് ചെയ്ത് തെറ്റാണെന്ന് നിങ്ങൾ പറയില്ല. അത് കസ്റ്റമർ നോ യുവർ കസ്റ്റമർ പോളിസിയിൽ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് അടുത്ത് വരുന്ന സമയത്ത് പഠിപ്പിക്കാം. അപ്പൊ എനിക്ക് പെട്ടെന്ന് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ല, വലിയ പോയിന്റ് അത്. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അത് നമുക്ക് മറ്റു ക്ലാസ്സുകളിൽ പഠിക്കാം. ഇതുപോലെ ഇങ്ങനെ ഓരോ വെബിനാർ വരുമല്ലോ, അതിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കണം. നെക്സ്റ്റ് വേറെ ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
അതുമായിട്ട് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്നിട്ട് മെന്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് പറയുന്നു, ഒരു എമൗണ്ട് ഫിക്സ് ചെയ്ത് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഡെയിലി പ്രാക്ടീസ് ഉള്ള സാധനമാണ് മെന്റർഷിപ്പ് പ്രോഗ്രാം. കുറെ ക്ലാസ്സുകളൊന്നും അവിടെ എടുക്കില്ല, കാരണം അവിടെ ക്ലാസ്സുകളല്ല, നിങ്ങളെ ആ ട്രാക്കിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ക്ലാസ്സുകൾ നമുക്ക് വേറെ എടുക്കാം, ട്രാക്കിൽ കൊണ്ടുവരിക ചെയ്യുന്ന മെത്തേഡ്സുകൾ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകാർ ഇന്ന മെത്തേഡ്സ് ചെയ്യണം, ഡയറക്റ്റ് സെല്ലേഴ്സ് ഇത്ര ചെയ്യണം, മറ്റ് അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്കുള്ള സിസ്റ്റംസ് ആണ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ശരി, വേറെ ആർക്കില്ലല്ലോ? ദെൻ വൈൻഡപ്പ് ചെയ്യുന്നു ഇന്നത്തെ സെഷൻ. താങ്ക് യു വെരി മച്ച്. നമുക്ക് കാണാം. ഓക്കെ ഷുവർ ആയിട്ട്. അപ്പൊ എല്ലാവരും എക്സിറ്റ് ചെയ്തോളൂ. താങ്ക് യു വെരി മച്ച്.